मुझ पर छाता है, पहले विवेक मर जाता है। हित वचन नहीं तूने माना, मैत्री का मूल्य न पहचाना। बोले मैं भी अब जाता हूँ, अंत तुम संकल्प सुनाता हूँ। याचना नहीं अब रण होगा, जीवन जय की मरण होगा। जब नाश मनुज पर छाता है, पहले विवेक मर जाता है। हित वचन नहीं तूने माना, मैत्री का मूल्य न पहचाना। बोले मैं भी अब जाता हूँ, अंतिम संकल्प सुना। ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും കയറിയടിച്ചു. വിമാനത്താവളങ്ങൾ കിടുങ്ങി വിറച്ചു. റൺവേകൾ തരിപ്പണമായി. റഡാർ സ്റ്റേഷനുകളും തകർത്തു. പാക് ആണവായുധ കേന്ദ്രത്തിനടുത്തുവരെ പതിച്ചു നമ്മുടെ മിസൈലുകൾ. ഭീകരതാവളങ്ങൾ പലതും ചാമ്പലാക്കി. ഇങ്ങോട്ടയച്ചതൊക്കെയും മാനത്ത് പൊട്ടിച്ചിതറി. പാകിസ്ഥാൻ പൊളിഞ്ഞ് പാളീഷാകുന്നുവെന്ന് ബോധ്യപ്പെട്ട് ചൈന പോലും ഉൾവലിഞ്ഞു. എന്താണ് പാകിസ്ഥാൻ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി മുൻ കരസേനാ ഉദ്യോഗസ്ഥരായ കേണൽ എസ് ഡെന്നി, ക്യാപ്റ്റൻ രാജീവ് മാറോളി, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ കെ ജയപ്രസാദ് എന്നിവർ ഒപ്പം ചേരും. ആദ്യം ക്യാപ്റ്റൻ രാജീവ് മാറോളി, എന്താണ് പ്രഖ്യാപിക്കപ്പെടാത്ത ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ബാക്കി പത്രം? പ്രഖ്യാപിക്കാത്ത എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ഒരുവിധം യുദ്ധങ്ങളെല്ലാം പ്രഖ്യാപിക്കാത്ത യുദ്ധങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് കാണേണ്ട ഇതിനെ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടുള്ള ഒരു യുദ്ധം എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്. നമ്മളെ അവർ ടെററിസ്റ്റ് അടിച്ചു, നമ്മൾ അങ്ങോട്ട് അതിന് ടെററിസ്റ്റ് ക്യാമ്പുകൾ അടിച്ചു. ഇനി ബാക്കി പത്രം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും അറിയുന്ന കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളിത് അവരെ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഏർലി വാർണിംഗ് റഡാർസ് ആയിക്കോട്ടെ, എയർബേസ് ആയിക്കോട്ടെ, അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്. പിന്നെ പോരാണ്ട് അവരുടെ ആണവ കേന്ദ്രത്തിന് ചുറ്റും ഒരു അറ്റാക്ക് വന്നപ്പോഴാണ് അവരാകെ നെർവസ് ആയി പോയത്. ബാക്കി പത്രം എന്തെന്ന് ചോദിച്ചാൽ വളരെ സ്പഷ്ടമാണ്. ഒന്ന്, അവരുടെ ആർമിയിൽ വിള്ളൽ വന്നിരിക്കുന്നു. ജനറൽ അസീം മുനീർ എന്നുള്ള ഇപ്പോഴത്തെ മേധാവി സൂപ്പർസീഡ് ചെയ്ത് വന്ന ഒരു മേധാവിയാണ്. അതിനു മുന്നേ ഉണ്ടായിരുന്ന ബാജ്വ സാബിന്റെ ഒരു ഗ്രൂപ്പ് ആർമിയിലുണ്ട്. ഈ ഒരു വിഡിത്തത്തോടുകൂടി അതിനകത്തൊരു വിള്ളൽ വന്നിട്ടുണ്ട്. അവരുടെ ISI ചീഫ് ജനറൽ ഷംഷാദ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു പേര്, ഇവിടെ കുറച്ചു പേര്. എപ്പോഴും നമുക്കറിയാമല്ലോ, തോക്കുന്നവരുടെ കൂടെ ആളുണ്ടാവില്ല. അപ്പൊ ഈ പ്രശ്നം അതാണ് ബാക്കി പത്രത്തിന്റെ. ഒന്ന്, അവരുടെ ആർമിയിൽ വിള്ളൽ വന്നിരിക്കുന്നു. രണ്ട്, അവരുടെ കരസേനയുടെ പ്രധാനമായിട്ടും വെസ്റ്റേൺ സൈഡിൽ, അതായത് ബലൂചിസ്ഥാന്റെ ക്വറ്റ നഗരം കാത്തിരുന്നതും മറ്റ് ബലൂചിസ്ഥാന്റെ ബോർഡർ കാത്തിരുന്നതുമായ ആർമി അവിടുന്ന് അവർക്ക് ഇങ്ങോട്ടേക്ക് നീക്കേണ്ടി വന്നു. അവിടുന്ന് പിൻവലിച്ച് അവരുടെ ഈസ്റ്റേൺ ബോർഡർ, അതായത് നമ്മുടെ വെസ്റ്റേൺ ബോർഡറിലേക്ക് ഡിപ്ലോയ് ചെയ്യേണ്ട അവസരം വന്നു. അതോടുകൂടി ക്വറ്റ പിടിച്ചെടുത്തു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. മറ്റു പല സ്ഥലങ്ങളും പിടിച്ചെടുത്തു, അവർ ശക്തിയാർജിച്ചു. ബലൂചിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യം പിറവിയെടുക്കുന്നുള്ള വക്കത്ത് വന്നിരിക്കുകയാണ്. അത് രണ്ടാമത്തെ ബാക്കി പത്രം. മൂന്നാമത്തെ ബാക്കി പത്രം, ഈ ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം എന്ന് പറയുന്ന 400-500 കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള പ്രൊജക്ടൈൽസിനെ ആയിക്കോട്ടെ, എയർക്രാഫ്റ്റ്സിനെ ആയിക്കോട്ടെ നിരീക്ഷിക്കാൻ കഴിവുള്ള റഡാർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വിലയേറിയതും താങ്ങാൻ പറ്റാത്തത്ര വിലയുള്ള സാമഗ്രികളാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സമയമെടുക്കും, അതിന് ട്രെയിനിങ്ങിന് സമയമെടുക്കും. അങ്ങനെയുള്ള അവരുടെ
ഒരു ചുരുങ്ങിയത് 3 or 4 അത്രയൊക്കെ ഒരു രാജ്യത്തിന്, അവരെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഉണ്ടാവുള്ളൂ. അതിൽ 3 70% നശിച്ചിട്ടുണ്ട്. അവരുടെ ഏർലി എയർ വാർണിംഗ് കേപ്പബിലിറ്റി ഇല്ലാതായി. എന്ന് വെച്ചാൽ എനിമി ഫോഴ്സിന് എയർ സുപ്പീരിയോറിറ്റി മാത്രമല്ല, എയർ സുപ്രീമസി തന്നെ കൈക്കൊള്ളാനുള്ള അവസരമാണ്. ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. അത് 3ാമത്തെ ബാക്കിപത്രം. 4ാമത്തെ ബാക്കിപത്രം എന്ന് പറയുന്നത് കറാച്ചിക്ക് ചുറ്റും ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്, CBG എന്ന് പറയും. കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് കാരിയർ, ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്, പലർക്കും അറിയായിരിക്കാം എങ്കിലും INS വിക്രാന്തി ഇന്ന് നമ്മുടെ വേറെയും ഉണ്ട് നമുക്ക് എയർക്രാഫ്റ്റ് കാരിയർ. അതിനു ചുറ്റും ഒരു ഇന്നർ ഗ്രൂപ്പ് പ്രൊട്ടക്റ്റഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഫ്ലീറ്റ് ഫ്യൂൽ ടാങ്കർ സപ്പോർട്ട് വെസൽസ് എല്ലാം ഉണ്ടാവും. അതിനു ചുറ്റും ആന്റി സബ്മറീൻ സ്ക്രീൻ ഷിപ്സുകൾ ഉണ്ടാവും. അതിനും പുറമെ ആന്റി എയർ ഡിഫൻസ് ഷിപ്സ് ഉണ്ടാവും, മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ടാവും. പിന്നെ വാൻ ഗാർഡ് എന്നും പറഞ്ഞ് വളരെ മുമ്പിലായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഷിപ്പുകൾ. അങ്ങനെ ഒരു 25-30 ഷിപ്പ് കൂടി ഒത്ത് മൂവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കറാച്ചിക്ക് അവരുടെ മക്രാൻ കോസ്റ്റ്, നമ്മൾ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് പോലെ കറാച്ചി മുതൽ ഗോദാർ പോർട്ട് വരെ അവരുടെ ആ കോസ്റ്റിനെ പറയുന്നത് മക്രാൻ കോസ്റ്റ് എന്നാണ്. അപ്പൊ ഈ മക്രാൻ കോസ്റ്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് പൊസിഷൻ ചെയ്തപ്പോൾ അവരുടെ കറാച്ചി ഹാർബർ മുതൽ ഗ്വാദാർ വരെ നടുക്ക് ഓർമാറയുണ്ട്, ചെറിയ ഹാർബറായ കലാത്ത്, പസ്നി ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണ വലയത്തിലും എല്ലാ മർച്ചന്റ് ഷിപ്പുകളും എല്ലാം അവരുടെ കറാച്ചി ആയിക്കോട്ടെ ഏത് ഹാർബറിലായിക്കോട്ടെ ചരക്ക് കപ്പൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നേവി അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അത് തുടരും. ഏത് നിമിഷം ഓർഡേഴ്സ് കിട്ടിയാൽ ഏത് ഷിപ്പിനെയും തരിപ്പണമാക്കുന്നുള്ള ഒരു പൂർണ്ണമായ അറിവ് പാകിസ്ഥാനുണ്ട്. കറാച്ചിയിൽ നിന്നും അവർ ഒറ്റ ഷിപ്പ് പോലും പുറത്തിറങ്ങാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ നേവിയുടെ സബ്മറീൻ, ഞാൻ ഇൻസിഡന്റ്ലി നാവികസേനയിലെ സബ്മറീനറാണ്. കുറെ വർഷം 10-12 വർഷം സബ്മറീൻ സർവീസ് കഴിഞ്ഞിട്ട് പിന്നീട് സബ്മറീൻ്റെ അണ്ടർ വാട്ടർ സിസ്റ്റമും അണ്ടർ വാട്ടർ ലോഞ്ച് മിസൈൽ പ്രോജക്റ്റും ഒക്കെ ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്തത്. നമ്മുടെ സബ്മറീൻ ഫോഴ്സ് അവരുടെ സബ്മറീൻ ഫോഴ്സിനേക്കാൾ എത്രയോ വലുതാണ്. ഈ 3 സേനകൾ, ആർമി, നേവി, എയർഫോഴ്സിൽ ഓരോ ഫോഴ്സിന്റെയും ആ താരതമ്യേനയുള്ള ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്യാപ്പ് ഇന്ത്യൻ നേവിയുടേതാണ്. അവരുടെ നേവി വളരെ ചെറുതാണ്, നമ്മുടെ നേവി ഏറ്റവും വലുതും അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം വലുതാണ്. നമ്മുടെ സബ്മറീൻ ഫോഴ്സ് എവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളാരും പറയുന്നില്ല, പറയാൻ പാടില്ല. ഒരു സബ്മറീൻ എവിടെ എപ്പോൾ ഹാർബറിലാണോ സെയിൽ ചെയ്തോ എന്നുള്ള വിവരം ആരും അറിയേണ്ടതില്ല. പക്ഷേ നമുക്ക് ആ കഴിവുണ്ട്. ഏതു നേരവും ഒരു ഡെമോക്രൽ സോഡ് പോലെ അവരുടെ മുമ്പിൽ ഇങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളത് അവർക്കറിയാം. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് 4ാമത്തെ ബാക്കിപത്രം അതാണ്. അതായത് അവരുടെ ഹാർബറുകളെല്ലാം വൾണറബിൾ ആയിരിക്കുകയാണ്. അവരുടെ ചരക്ക് നീക്കം, തുർക്കിയെ എന്തോ അയക്കുന്നു ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു, ഒരു ഷിപ്പ് അങ്ങോട്ട് വന്നത് തിരിച്ചു പോയി, പിന്നെ ഒരു ഷിപ്പും അങ്ങോട്ട് പോയിട്ടില്ല. ഏവിയേഷൻ കാറ്റഗറി ഫ്യൂവൽ, ആഫ്കാറ്റ് ഫ്യൂവൽ എന്നും പറഞ്ഞ ഒരു ഷിപ്പ് അങ്ങോട്ട് പോയി കറാച്ചി കയറാതെ തിരിച്ച് ബോംബെയിലോ മറ്റോ വന്ന് കയറി. അപ്പോൾ അതാണ് 4ാമത്തേത്. 5ാമത്തേത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തിയറി നമ്മൾ പല സമയമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ബലൂചിസ്ഥാന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ വടക്ക് ഖൈബർ പഖ്തൂൺഖ്വാ എന്ന് പറഞ്ഞ ഒരു പ്രോവിൻസ്, അത് പാകിസ്ഥാനിലെ തന്നെ തെഹ്രീക്ക് താലിബാൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി താലിബാന്റെ സപ്പോർട്ടോടുകൂടി അവിടെ റിബൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരും കുറെ ടെറിട്ടറി പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പ്രോവിൻസ് ആണ്, നോർത്തേൺ പ്രോവിൻസ്. അതും ബലൂചിസ്ഥാൻ പോലെ വിട്ടുപോകാനുള്ള സാധ്യത വന്നു. പിന്നെ ഇവർക്ക് ബാക്കിയുള്ളത് അവരാകെ 4 പ്രോവിൻസും പിന്നെ നമ്മുടെ ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന കശ്മീരിന്റെ ഒരു ഭാഗവും കൂടി 5 അവരുടെ കയ്യിലുള്ളത്. എന്താണ് നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതിലെ ഈ 2 ഞാൻ പറഞ്ഞു വിട്ടുപോകുന്ന വക്കിലെത്തി നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് പഞ്ചാബ്, സിന്ധ്. ഇവര് രണ്ടും തമ്മിൽ അടി തുടങ്ങാനുള്ള ഏർപ്പാട് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ സിന്ധു നദി കരാറ് മരവിപ്പിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ജലം കൊടുത്തു വിടില്ല. ഇനി വിടുന്നുണ്ടെങ്കിൽ തന്നെ ആ കരാറ് പൊളിച്ചെഴുതി ഇപ്പൊ നിലവിലുള്ള കരാറ് 80% അവരുടെ ഭാഗത്തേക്കും 20% നമ്മുടെ ഭാഗത്തേക്ക്, അതൊരു ഇംബാലൻസ് കരാറാണ്. അത് നമ്മൾ പൊളിച്ചെഴുതും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിവേ, ഈ വെള്ളത്തിന്റെ പ്രശ്നം വരുമ്പോൾ പഞ്ചാബിലേക്കാണ് വെള്ളം പോകുന്നത്. പഞ്ചാബ് അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു അധിക പ്രസംഗമുണ്ട് പാകിസ്ഥാൻ പഞ്ചാബിന് എന്നുള്ളത് പൊതുവെ പാകിസ്ഥാനിലുള്ള ഒരു അഭിപ്രായവും അവർ തമ്മിലുള്ള വിള്ളലിന്റെ തുടക്കവുമാണ്. അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വെള്ളത്തിന്റെ പ്രശ്നം കൂടെ വരുമ്പോൾ സിന്ധും പഞ്ചാബും തമ്മിലുള്ള അടി സ്ഥിരമായിട്ട് ഇനി ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ 5ാമത്തെ ബാക്കിപത്രം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ഫ്രാഗ്മെന്റേഷൻ ഓഫ് പാകിസ്ഥാൻ. അപ്പൊ ഈ 5ഉം ഇപ്പോൾ ഉടനെ നമുക്ക് സ്പഷ്ടമായി മുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു
ബാക്കി പത്രമാണ് ഈ 5 ദിവസം 5 ഡേ വാറിന്റെ ബാക്കി പത്രം. യെസ് ക്യാപ്റ്റൻ രാജീവ് മാറോളി, ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് ഈ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ വ്യോമശേഷി വളരെ ദുർബലമായി. ഇപ്പോൾ അങ്ങ് പറഞ്ഞത് കൂട്ടിച്ചേർത്താൽ ഈ കറാച്ചി തുറമുഖത്തിന് ചുറ്റും നമ്മുടെ യുദ്ധക്കപ്പലുകൾ എന്തിനും പോകുന്ന രീതിയിൽ സജ്ജമായി നിൽക്കുന്നു. അങ്ങനെ കരയിലും കടലിലും ആകാശത്തും വളരെ പിന്നോട്ട് പോകുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ, അതുറപ്പായ സമയത്ത് ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് പേടിച്ചു പിന്മാറുകയായിരുന്നു പാകിസ്ഥാൻ. അതിനാണ് വിദേശ രാജ്യങ്ങളെ, അമേരിക്കയൊക്കെ വിളിച്ചു പറഞ്ഞ് കാലുപിടിച്ചത്. അതെ, അത് കൃഷ്ണരാജ്, എല്ലാ യുദ്ധത്തിനും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. തുടങ്ങുമ്പോൾ ഒരു ട്രിഗർ ആയിരിക്കും, അത് കഴിഞ്ഞ് ഒരു ഘട്ടം വരും, ഒരു നെഗോസിയേഷൻ, ഡിപ്ലോമസി, ഒരു റെസ്ട്രെയിൻ പീരീഡ്. അത് ഫെയിൽ ആവുമ്പോൾ ബ്രേക്കിംഗ് ഔട്ട് ഓഫ് വാർ എന്ന് പറയും. അതാണ് നമ്മൾ ഒടുവിൽ 5-ാം തീയതി 6-ാം തീയതി 7-ാം തീയതി നമ്മൾ അറ്റാക്ക് ചെയ്തത്. ആ ഒരു 15 ദിവസത്തെ ആ ഫേസ് കഴിഞ്ഞപ്പോഴാണ്. വാർ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഫേസ് ആണ് നമ്മൾ പറയുന്ന എസ്കലേഷൻ ഓർ ഡി എസ്കലേഷൻ. അത് നടന്നില്ല. അത് നടക്കാതെ ഡി എസ്കലേഷൻ നടന്നില്ല. എസ്കലേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ വാർ ഫേസിലെ ആ ഫേസിൽ വാർ തുടർന്നുകൊണ്ടേയിരിക്കും അൺടിൽ എ ടേണിംഗ് പോയിന്റ്. അപ്പൊ ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ ഒരു അവരെ വരിഞ്ഞു മുറുക്കുകയും അവരുടെ എല്ലാ കഴിവും നശിപ്പിക്കുകയും പിന്നെ അൺവെരിഫൈഡ് റിപ്പോർട്ടായിട്ട് ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള 1-2 ബ്ലാസ്റ്റ് നടക്കുകയും ചെയ്തു എന്നുള്ള ഒരു അൺവെരിഫൈഡ് റിപ്പോർട്ടുണ്ട്. പിന്നെ അമേരിക്കയുടെ ന്യൂക്ലിയർ മെഷറിങ്ങിനുള്ള സപ്പോർട്ട് ഫെസിലിറ്റിക്കുള്ള എയർക്രാഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്തു എന്ന് പറയുന്നു. മുഷാഫ് സർഗോദ എന്ന് പറയുന്ന അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ള ഏരിയയിൽ വന്ന് ലാൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു. അതൊന്നും വെരിഫൈഡ് അല്ല, നമ്മൾ അതിലേക്ക് കിടക്കണ്ട. എന്നിരുന്നാൽ തന്നെ ഈ ഒരു വരിഞ്ഞു മുറിക്കൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ ടേണിംഗ് പോയിന്റ് എപ്പോഴും യുദ്ധത്തിൽ ഈ ടേണിംഗ് പോയിന്റ് കഴിയുമ്പോഴാണ് ഒരു സറണ്ടർ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു തരത്തിൽ പാകിസ്ഥാൻ സറണ്ടർ ചെയ്താണ്. അവരിങ്ങോട്ടേക്ക് വിളിച്ച് അവരെന്താ ചെയ്തത്? അമേരിക്കനെ വിളിച്ചിട്ട് അയ്യോ ഇത് ഞാൻ വിളിക്കുന്നു, അവർ ഫോൺ എടുക്കുന്നില്ല, ഒന്ന് പറയൂ എന്നോട് സംസാരിക്കാൻ എന്തൊക്കെ പറഞ്ഞ് അവർ ആദ്യം ഒരു 12:45 മറ്റോ വിളിച്ചപ്പോൾ നമ്മുടെ DGMO ഒരു മീറ്റിംഗിലായിരുന്നു. അദ്ദേഹത്തിന് മീറ്റിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, ഈ പാകിസ്ഥാൻ DGMO വിളിച്ചോട്ടെ, അയാൾ പിന്നെ വിളിക്കാൻ പറയാന്ന് പറഞ്ഞ് 3:35 രണ്ടാമത്തെ കോളാണ് നമ്മൾ അറ്റൻഡ് ചെയ്തതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനുശേഷം ശരി എന്നാൽ തൽക്കാലം ആവാന്നുള്ള രീതിയിലുള്ള ഒരു പോസ് ആണ് ഇപ്പോൾ. വെടിനിർത്തൽ എന്നുള്ളത് ഈ കരാറ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്യാപ്റ്റൻ രാജീവ് മാറോളി, ഒരു ചോദ്യം കൂടി. അത് ഒരു വശത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നയതന്ത്രപരമായ ആക്രമണം, അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു. മറുവശത്ത് നമ്മുടെ കശ്മീരിൽ വന്ന് സാധാരണക്കാരായ, ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നു. അതിന് മറുപടിയായി നമ്മൾ നൽകിയത് അവരുടെ ഭീകരതാവളങ്ങളിൽ പോയി ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ആകപ്പാടെ ഭാരതത്തിൻ്റെ സ്ട്രാറ്റജി, അത് നയതന്ത്രപരമായി ആയിക്കോട്ടെ, സൈനികപരമായി ആയിക്കോട്ടെ, രാഷ്ട്രീയപരമായി ആയിക്കോട്ടെ, ആ സ്ട്രാറ്റജിയാണ് ശരിക്കും പാകിസ്ഥാനെ പൊളിച്ചത്. തീർച്ചയായും നമ്മുടെ ഈ സ്ട്രാറ്റജിയോടുകൂടി നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ 10-12 വർഷമായി ഡെവലപ്പ് ചെയ്ത് വന്ന ആ ഒരു മിലിറ്ററി സ്ട്രെങ്ത്, ഇതെല്ലാം കൂടെ അതിൽ താങ്കൾ പറഞ്ഞതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ഇന്നത്തെ ഒരവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകളും ഒക്കെ ഒരു ഘടകമാണ്. അതിൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ ഡിപ്ലോമസി, നമ്മുടെ സ്ട്രാറ്റജി വളരെ സമ്പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഈ പ്രക്രിയ കൊണ്ട് വിറച്ച ആൾക്കാർ വേറെയുമുണ്ട്. കാരണം നമ്മുടെ ബലം, നമ്മുടെ ശക്തി വെളിച്ചത്ത് വരികയാണ് ചെയ്തത് ഈ 5 ഡേ വാറോടുകൂടി, 5 ഡേയ്സിന്റെ ആക്ടിവിറ്റീസിലേക്ക് കൂടി. പലരും തെറ്റിദ്ധരിച്ച തെറ്റിദ്ധാരണകൾ മാറി ഇന്ത്യ എന്താണ് ഡിപ്ലോമസി വഴിയായാലും സ്ട്രാറ്റജി വഴിയായാലും മിലിറ്ററി സ്ട്രെങ്ത് വഴിയായാലും പിന്നെ ഇന്റേണൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ഒരു റിസോൾവ്, നമ്മൾ പറഞ്ഞല്ലോ പാകിസ്ഥാന്റെ ഫ്രാഗ്മെന്റേഷൻ എന്ന്, അതുപോലെയല്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു യൂണിറ്റിയും റിസോൾവും നമ്മുടെ ആ സ്ട്രെങ്ത്തും ഇതെല്ലാം ഇപ്പോൾ ലോകർക്ക് മുന്നേ വളരെ സ്പഷ്ടമായി ദൃശ്യമാവുകയാണ്. അതാണ് വേറെ ഒരു നേട്ടം ഈ നമ്മുടെ നയത്തിന്റെ ഫലം എന്ന് പറയാം. ഒറ്റ ചോദ്യം കൂടി ക്യാപ്റ്റൻ രാജീവ് മാറോളി, അതായത് ചൈനയും തുർക്കിയും ഒക്കെ കൊടുത്ത മിസൈലുകളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചത്. നമ്മളാകട്ടെ തദ്ദേശീയമായി വികസിപ്പിച്ചത് കൊണ്ട് അത് തകർത്തെറിയുന്നു. അതായത് നമ്മൾ എത്രമാത്രം മുന്നേറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവായി അത് മാറുന്നു. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് പിന്നിൽ നിന്ന ചൈന കൂടി ഉൾവലിഞ്ഞത്? പ്രധാനമായിട്ടും ഈ
ചൈന എന്നൊരു രാജ്യം അതൊരു ബബിളായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ബബിളാണ് ഇപ്പോൾ ബേസ്റ്റ് ആയത്. ചൈനയുടെ കഴിവിന് പരിമിതികളുണ്ട്. ചൈനയ്ക്ക് എന്തോ വലിയ കഴിവുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ വലിയൊരു കഴിവ് അവർക്ക് നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇല്ല. അവരുടെ മെയിൻലാൻഡ് ചൈന എന്ന് പറയുന്നത് എത്ര ദൂരെയാണ്? നമ്മുടെ ബൗണ്ടറി പഴയ ടിബറ്റാണ്. അവർക്ക് ആ ഒരു ലോജിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ ടെക്നോളജി പ്രൂവൺ അല്ല. അവരിപ്പോ പാകിസ്ഥാൻ പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ട് അത് ഡിസ്പ്രൂവ് ആണ് ആയത്. പിന്നെ അവരുടെ ആ മൊറാൽ, അവർ ഒരു വൺ ചൈൽഡ് പോളിസിയൊക്കെ കൊണ്ടുവന്ന് അവരുടെ, നമ്മളിപ്പോ ഗാൽവാനിലും ഒക്കെ ഡോക്ലാമിലും ഒക്കെ കണ്ടതില്ലേ, നമ്മുടെ ആർമി നമ്മളുടെ ഘാതകർ അങ്ങോട്ട് ചെന്നപ്പോൾ അവരെല്ലാം ഭീരുക്കളായി ഓടിപ്പോവാണ്. അവർക്ക് ചില ടെക്നോളജിക്കലായിട്ടും പിന്നെ അവർക്ക് ഫിനാൻഷ്യലി അവരുടെ എക്കോണമി ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട്. എങ്കിലും ചൈന എന്നുള്ള ആ ഒരു ബബിൾ ഇപ്പോൾ ബേസ്റ്റ് ആയിരിക്കുകയാണ്. ചൈന ഇടപെട്ടില്ല. കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ വെറുപ്പിക്കാൻ പറ്റില്ല. എക്കണോമി വൈസ് ഇപ്പോൾ അമേരിക്ക പിൻവലിഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യയായിട്ട് നല്ല വാണിജ്യം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയും കൂടെ പിൻവലിയാൻ അവരുടെ എക്കോണമി നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും നശിക്കും എന്നുള്ള ഒരു ചിന്ത അവർക്കുമുണ്ട്. പിന്നെ ഈ പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വലിയൊരു ഗുണവും ഇല്ല എന്നുള്ള കാര്യവും അവർക്കറിയാം. അവരാ ഒരു CPEC എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്, കാരക്കോറം ഹൈവേ മുതൽ ഗോദ്വാർ പോർട്ട് വരെ ഇങ്ങനെ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഒരു ആക്സസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നല്ലാതെ അവർക്ക് പാകിസ്ഥാനെ കൊണ്ട് വേറെ കാര്യമായ ഗുണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ അവരൊന്ന് അസസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് തോന്നിക്കാണും ഈ ഓപ്പൺ ആയിട്ട് ഇന്ത്യയെ വെറുപ്പിക്കുന്നതിലും നല്ലത് പരോക്ഷമായി പുറകെ കൂടെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് സുഖിപ്പിച്ചു വെച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു കാണണം. അതുകൊണ്ടാണ് അവർ പ്രത്യക്ഷത്തിൽ ഒരു ഓപ്പൺ സപ്പോർട്ടായിട്ടോ ഇന്ത്യക്കെതിരെയോ വരാൻ മുതിരാഞ്ഞത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ കെ ജയപ്രസാദ് ഒപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ കെ ജയപ്രസാദ്, പാക് സൈന്യത്തിലുണ്ടായ വിള്ളൽ, രാഷ്ട്രീയപരമായി നേരിട്ട പ്രതിസന്ധി, ബലൂചിസ്ഥാൻ മുന്നേറ്റം, ഭാരതത്തിൻ്റെ തിരിച്ചടി, എല്ലാം കൂടിയായപ്പോൾ പാകിസ്ഥാൻ അപ്പാടെ തളർന്നുപോയോ? അതായത് ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷവും ഡ്രോണുകൾ അയക്കാൻ ആഗ്രഹിച്ചവരാണ് അവർ എന്നത് ഒരു വശത്ത് നിൽപ്പുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം മറയ്ക്കാനുള്ള പുറപ്പാടായിരുന്നു. പാകിസ്ഥാൻ അപ്പാടെ തളർന്നു വീണു. ചരിത്രത്തിൽ നിന്നൊരിക്കലും പാഠം പഠിക്കാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു രാജ്യത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന് ചില പരിമിതികളുണ്ട്. ഒന്ന്, ഞങ്ങൾ പറയാറുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ, ഇത് എ നാഷൻ വിത്തൗട്ട് നാഷണാലിസം. കാരണം അതിൻ്റെ പരമാധികാരം, സാധാരണ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഒരു ബിന്ദുവിൽ ഒരു ഓഫീസിലാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ്റെ പരമാധികാരം 4-5 ശക്തികളായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് സേന, മറുഭാഗത്ത് സേനയോടൊപ്പം തീവ്രവാദ സംഘടനകൾ. അത് പാകിസ്ഥാനിൽ റെസ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടതാണ്. തീവ്രവാദ നേതാക്കളുടെ സംസ്കരണ ചടങ്ങിൽ ആർമി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് മത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം. ബാഹ്യമായിട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ടോളം അമേരിക്കയും കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി ചൈനയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് പാകിസ്ഥാൻ്റെ നേതൃത്വം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പോലും ഈ അവസരത്തിൽ ഈ സംഘർഷത്തിൽ ഇടപെടുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല സംസാരിച്ചത്, അവിടുത്തെ സേനാ തലവനോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു അന്തർദേശീയ തലത്തിൽ സാധാരണ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലും ചർച്ചകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന മറ്റ് വ്യവഹാരങ്ങളിലും പാകിസ്ഥാനെ നമുക്ക് കൊണ്ടുവരുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഉണ്ടാക്കുന്ന കരാറുകൾ ഒരിക്കലും പോലും അത് പാലിക്കപ്പെട്ടിട്ടില്ല. അത് ഭൂട്ടോയുടെ കാലഘട്ടത്തിലും അതുപോലെ നവാസ് ഷെരീഫിൻ്റെ കാലഘട്ടത്തിലും മിസ്സിസ് ഭൂട്ടോയുടെ കാലഘട്ടത്തിലുമൊക്കെ ഇന്ത്യ രാജ്യം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് സർക്കാർ കാലിൻ്റെ തുടക്കം മുതൽ ഏതാണ്ട് 2014 വരെ ഭാരതം പിന്തുടർന്നത് നയതന്ത്ര രംഗത്തൂടെ പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്നാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഇപ്പോൾ 2014 ശേഷം ഒരു പുതിയ ഇന്ത്യ, അത് ഭാരതം മാത്രമല്ല ഇന്ന് ലോകം മുഴുവനും തിരിച്ചറിയുന്നു. പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും എടുത്തിരുന്നത് ലോ ഇൻറ്റൻസിറ്റി വാറാണ്. ഒരിക്കലും നേരിട്ട് യുദ്ധത്തിന് വരുന്നതിന് പകരം ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ വിഭാഗീയ പ്രസ്ഥാനങ്ങൾക്ക്, വർഗീയ പ്രസ്ഥാനങ്ങൾക്ക്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുക, സ്ഫോടന പരമ്പരകൾക്ക് പിന്തുണ കൊടുക്കുക, നുഴഞ്ഞുകയറ്റത്തിന് പ്രോത്സാഹനം കൊടുക്കുക. ആ തരത്തിൽ പാക് സ്പോൺസേഡ് ടെററിസമാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രധാന പദ്ധതി. അപ്പോൾ ഈ തരത്തിലൊരു പ്രതികരണം ഒരുപക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.
കാരണം ഭാരതത്തോട് ഏറ്റുമുട്ടാനുള്ള പ്രാപ്തി പാകിസ്ഥാനില്ല. പക്ഷേ ഭാരതം ഈ തരത്തിൽ പ്രതികരിക്കുമെന്ന് പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ഇതിന് പുറകിൽ നിന്ന ശക്തികൾ അതാരാണെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല ഈ പാകിസ്ഥാൻ ഇപ്പം പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം 26 ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കിയ ആ ക്രൂരകൃത്യം നടത്തുന്നത് വളരെ ബോധപൂർവമാണ്. കാരണം ഭാരതത്തിലുണ്ടായ മാറ്റവും കഴിഞ്ഞ 6 വർഷമായി ജമ്മു കാശ്മീരിലുണ്ടായ മാറ്റവും ടൂറിസം ഏറ്റവും വലിയ ഫ്ലോ ആയിരുന്നു കഴിഞ്ഞ ഇയറിൽ. അതുപോലെ ഈ വർഷം ടൂറിസം തുടക്കം കുറിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസം മുതൽ ഏതാണ്ട് അടുത്ത് വരുന്ന 3-4 മാസങ്ങളിൽ അവിടെ ടൂറിസത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ആക്രമണം നടത്തിയത് വളരെ ബോധപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെങ്ങനെയാണ് പാകിസ്ഥാനെ നേരിടുക എന്നുള്ളത് പരമ്പരാഗത നയതന്ത്ര തലത്തിലുള്ള സംവാദങ്ങൾക്കും ചർച്ചകൾക്കും പാകിസ്ഥാൻ്റെ കാര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ തരത്തിൽ ഒരു കൺക്ലൂഷനിലെത്തുന്നത് കഴിഞ്ഞ 75 വർഷത്തെ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ രാജീവ് സാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, നമ്മൾ ഇനി ചെയ്യേണ്ടത് പാകിസ്ഥാനെ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ്, ദുർബലമാക്കുക എന്നുള്ളതാണ്. അപ്പം പാകിസ്ഥാനെ ദുർബലമാക്കുക എന്ന് പറയുന്നത് സൈനിക നടപടിയിലൂടെ മാത്രമല്ല, എല്ലാ തരത്തിലും അതിനെ സാമ്പത്തികമായിട്ടും. ഇപ്പം നമുക്കറിയാം നമ്മളുടെ നദീജല കരാർ നമ്മൾ സ്വയം വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. മറ്റ് പലതരത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഉണ്ടായി തുടക്കം കുറിച്ച് കഴിഞ്ഞു, അത് മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റൊന്ന്, ഏറ്റവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ ബാൾക്കനൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഒരു ആർട്ടിഫിഷ്യലായി രൂപം കൊണ്ട ഒരു രാജ്യമാണ്. അതിന് ചരിത്ര പശ്ചാത്തലമോ ദേശീയ പശ്ചാത്തലമോ ഇല്ല. മതപരമായിട്ട് പോലും അതിനൊരു ഏകത്വമുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ബലൂചിസ്ഥാനും അതുപോലെ തന്നെയാണ് ഖൈബർ പാഖ്തൂൺ വിഭാഗങ്ങളും അല്ലെങ്കിൽ വസീറിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഒരിക്കലും പാകിസ്ഥാനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല. ശരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് പാകിസ്ഥാനാണ്. ഈവൻ കറാച്ചിയിലെ ജനങ്ങൾ അല്ലെങ്കിൽ സിന്ധ് മേഖലയിലെ ജനങ്ങൾ പോലും പാകിസ്ഥാൻ ഭരണകൂടത്തോട് എല്ലാ കാലത്തും ഇടഞ്ഞു നിന്നവരാണ്. ശരിക്കും നമ്മൾ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പാകിസ്ഥാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ദുർബലമാക്കുകയും ആ രാഷ്ട്ര ശരീരത്തെ അത് 3ആയിട്ടോ 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ വിഭജിക്കുന്ന തരത്തിലേക്കുള്ള മൂവ്മെൻറ്റുകൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ ഒരു കേന്ദ്ര നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് നയതന്ത്ര രംഗത്തുകൂടെ ഒരു സൊല്യൂഷന് ഇവിടെ സ്കോപ്പില്ല. കാരണം നമുക്കറിയാം വാജ്പേയിയുടെ നേതൃത്വത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ലാഹോർ ബസ് ഡിപ്ലോമസിയുമായി മുന്നോട്ട് പോകുന്നത്. അതിന് സമാന്തരമായിട്ട് അന്ന് മിലിറ്ററി മുഷറഫിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായിട്ട് കാറുകളിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയും അപ്പോൾ നമ്മളതിനെ വിജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വഞ്ചനയ്ക്ക് കൊടുത്ത വില, നമ്മുടെ രാജ്യം, നമ്മുടെ സേന അംഗങ്ങൾ കൊടുത്ത വില വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം ചതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യവുമായിട്ട് നമുക്ക് നയതന്ത്ര രംഗത്തിലുള്ള യാതൊരു ചർച്ചകൾക്കും പ്രസക്തിയില്ല. മറ്റൊന്ന് നമുക്ക് കഴിയുന്നത് നമ്മളെടുക്കുന്ന ഇന്ന് എടുത്തതുപോലെ ഒഫൻസീവ് ലൈനാണ്. ഇതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാനോട് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഡിഫെൻസീവിലാണ്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും നമ്മളെ ആക്രമിക്കും, നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ അതുകൊണ്ട് അവതരിപ്പിക്കും. അതുകൊണ്ട് ഇന്നും അന്താരാഷ്ട്ര സമൂഹം ഒരിക്കലും നമ്മളെ കൂടെ പലപ്പോഴും നിന്നിട്ടില്ല. നമ്മൾ UN-ൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാശ്മീർ വിഷയത്തിൽ, അതായത് 9/11 വരുന്നത് വരെ അമേരിക്ക എല്ലാ കാലഘട്ടത്തിലും ഭാരതത്തിനെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല കാശ്മീരിലെ മുന്നേറ്റത്തിനെ വെസ്റ്റേൺ മീഡിയ പൂർണ്ണമായിട്ടും ഇന്നും അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള തലത്തിലാണ് കാണുന്നത്. അതായത് പാകിസ്ഥാൻ്റെ വാദങ്ങൾക്കാണ് 1948 മുതൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ കാലഘട്ടത്തിലും മേൽക്കോയ്മ ലഭിച്ചത്. നമ്മൾ ഭാരതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭാരതത്തിൻ്റെ വാദങ്ങൾക്ക് അംഗീകാരം കിട്ടി. അത് ശരിയല്ല. ഇപ്പോഴും നമ്മൾ പാശ്ചാത്യ മീഡിയയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാൻ കാശ്മീർ എന്ന് പറയുന്നത് അവർ ഉദാഹരണത്തിന് പഹൽഗാമിലുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വിശേഷിച്ചും അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ഭീകരവാദികളെന്നല്ല, അത് ഗൺമാൻ എന്നാണ്. അപ്പം അതായത് ഭീകരവാദികൾ കൊന്നു എന്ന് പറയുന്നത് വരെ ഗൺമാൻ ഇന്ത്യൻ 26 ടൂറിസ്റ്റുകളെ കൊന്നു എന്നുള്ള തലത്തിൽ അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ കെ ജയപ്രസാദ് ഉണ്ട്. ഡോക്ടർ കെ ജയപ്രസാദ്, അങ്ങ് പറഞ്ഞു വന്നത് നമ്മൾ മുൻപൊക്കെ പ്രതിരോധിക്കുന്ന രാഷ്ട്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രതിരോധിക്കൽ മാത്രമല്ല
പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കൽ കൂടിയാണ് നമ്മുടെ സ്ട്രാറ്റജി എന്നാണ്. തുടരാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ നേരത്തെ സ്വീകരിച്ചത് ഭാരതം പൊതുവേ ഒരു സമാധാനകാംക്ഷിയായ രാജ്യമാണ്. പൊതുവേ നമ്മുടെ ഭാരതത്തിലെ വിദഗ്ധന്മാരൊക്കെ തന്നെ വിദേശകാര്യ വിദഗ്ധന്മാരുമൊക്കെ പലപ്പോഴും പറയാറുള്ളത് ഒരു ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത പാകിസ്ഥാനേക്കാൾ ഉപരി സുശക്തമായ ഒരു പാകിസ്ഥാനാണ് ഭാരതത്തിന് നല്ലത് എന്നും അതുപോലെ സൗത്ത് ഏഷ്യയുടെ പൊതുവായ സുസ്ഥിരമായ മുന്നേറ്റത്തിന് പാകിസ്ഥാൻ സുശക്തമായി നിൽക്കേണ്ടതാണ് ആവശ്യമെന്നും അപ്പോൾ അതിനാവശ്യമായ സപ്പോർട്ടാണ് നമ്മളെല്ലാ കാലഘട്ടത്തിലും നൽകിയിരുന്നത്. പക്ഷെ അത് നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റുക മാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യയുടെ ശക്തിയെ എല്ലാ കാലത്തും കുറച്ച് കാണുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ ശത്രു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ ചൈനയുടെ കൈവശമുള്ള അല്ലെങ്കിൽ ചൈനയുടെ കയ്യിലെ ടൂളാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നത്. 1963 പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് നമ്മൾ പാക് അധിനിവേശ കാശ്മീർ ഏതാണ്ട് 5113 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ആദ്യം പാകിസ്ഥാൻ കൈമാറിയത്. അപ്പം അതിനുശേഷം ആദ്യം കാരക്കോറം ഹൈവേ എന്നുള്ള തലത്തിൽ തുടങ്ങുകയും അത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറായിട്ട് ഇന്നിപ്പോൾ ഏതാണ്ട് 3000 കിലോമീറ്റർ നീളമുള്ള ഇൻ്റർനാഷണൽ ഹൈവേ അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈന നിർമ്മിച്ചതാണ്. ഏതാണ്ട് 68 ബില്യൺ ഡോളറാണ് പാകിസ്ഥാനിൽ വികസനത്തിന് വേണ്ടിയിട്ട് അതുവരെ ചൈന ഇതുവരെയായിട്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടുത്തെ എനർജിയുടെ കാര്യത്തിൽ, ട്രേഡിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും ഇന്ന് ഏതാണ്ട് പരിപൂർണമായിട്ട് ഏതാണ്ട് 78% ആയുധങ്ങളും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത് ആ തരത്തിൽ ചൈനയുടെ താല്പര്യം നമ്മൾ നോക്കണം. ഈ ട്രംപിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയ്ക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല ചൈനീസ് കമ്പനികൾ പലതും ചൈനയിൽ നിന്ന് പിന്മാറുകയും അപ്പം പല കമ്പനികളും ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. വിയറ്റ്നാം, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ചൈന ഈ മേഖലയിലൊരു സംഘർഷ ഭൂമി ആകുന്നത് ചൈനയുടെ താല്പര്യത്തിന് വളരെ സഹായകമാണ്. ഈ സംഘർഷത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ചൈന പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയും അതായത് സെക്യൂരിറ്റി കൗൺസിലിലെ 15 അംഗങ്ങളിൽ 13 അംഗങ്ങളും പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച പ്രമേയത്തെ സപ്പോർട്ട് ചെയ്യാതില്ല. അന്ന് വോട്ടെടുപ്പ് നടന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ വാദത്തിന് എതിരായിട്ട് അതായത് തീവ്രവാദത്തിന് പാകിസ്ഥാൻ കൊടുക്കുന്ന നേരിട്ടുള്ള പിന്തുണയെ സംബന്ധിച്ചിട്ട് 13 അംഗരാജ്യങ്ങളും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് പാകിസ്ഥാൻ്റെ പ്രതിനിധിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ മറുപടി പറയാൻ കഴിയാതെ വന്നു. അപ്പം ആ ചർച്ച അവിടെ അതൊരു റെസൊല്യൂഷനിലേക്ക് വോട്ടിങ്ങിലേക്ക് പോയില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല വളരെ മുന്നേ തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ജയ്ഷെ മുഹമ്മദ് പോലെയുള്ള ലഷ്കർ തൊയ്ബ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ നേതാക്കളെ സെക്യൂരിറ്റി കൗൺസിൽ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം ഇന്ത്യയും അമേരിക്കയും പതിറ്റാണ്ടുകൾ ശ്രമിച്ചിട്ട് പോലും ചൈനയാണ് എല്ലാ കാലഘട്ടത്തിലും അതിനെ വീറ്റോ ചെയ്തത്. അതുപോലെ തന്നെയാണ് കാശ്മീരിൽ നമ്മൾ 2019 കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തുകൊണ്ട് കാശ്മീരിൽ ഭാരതത്തിൻ്റെ ഭാഗമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്രോസസ്സിനെ പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എതിർത്തത് ചൈനയാണ്. അപ്പം ഈ സംഘർഷത്തിലും ചൈന ഒരിക്കലും നേരിട്ട് വരുന്നില്ല, പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ കേവലം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യക്കെതിരായ മുന്നേറ്റം നടത്തുന്നതെന്ന് നമ്മൾ കാണരുത്. കാരണം ഇതിൽ ആഗോള ഇസ്ലാമിക ഭീകരതയുടെ താല്പര്യവും ആഗോള ഇസ്ലാമിക ഭീകരതയും ചൈനീസ് താല്പര്യവും ഒന്നിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാം ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് 56 രാജ്യങ്ങളോടൊറ്റും ഏറ്റവും സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ചൈന. ഉദാഹരണത്തിന് ചൈനയിലൊരു പ്രവിശ്യയിൽ, സിൻജിയാങ് പ്രവിശ്യയിൽ റംസാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് യാതൊരു തരത്തിലുള്ള മതപരമായ ആഘോഷങ്ങളോ ആചരണങ്ങളോ നടത്താൻ അനുവദിക്കാതെ വളരെയധികം മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഇസ്ലാമിക രാജ്യം പോലും അപലപിക്കാറില്ല. പക്ഷേ അതേസമയം കാശ്മീർ വിഷയം വരുമ്പോൾ OICയിലെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനോടൊപ്പമാണ് അല്ലെങ്കിൽ കാശ്മീരിനോടൊപ്പമാണ്. അപ്പം ഭാരതത്തിൻ്റെ ഭാഗമായി മാറിയ കാശ്മീർ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ കണ്ടത് ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാശ്മീരിൽ ജനത ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാന് എതിരായിട്ട് അണിനിരുന്നത്. സാധാരണ ഒരിക്കലും നമ്മൾ കാശ്മീരിലൊരു ജനകീയ മുന്നേറ്റം, അതും ദേശീയ പതാക ഏറ്റുവാങ്ങി
ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപോലെ ജനങ്ങൾ മുന്നിൽ വന്നു. കാരണം കഴിഞ്ഞ 6 വർഷം കാശ്മീരിലുണ്ടായ വികസന മുന്നേറ്റം സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്. അപ്പം അവിടെ നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ, അതായത് നിയമസഭയിലും പാർലമെൻറ്റിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിനേക്കാളും വലിയ ജനപിന്തുണയാണ് അല്ലെങ്കിൽ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ആ തരത്തിൽ കാശ്മീർ ജനാധിപത്യ പ്രക്രിയയിലൂടെ, വികസന പ്രക്രിയയിലൂടെ മുന്നോട്ട് വരികയും ഇന്ത്യയിലെയും ലോകത്തിലെയും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ഒഴുകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യവും കൂടെ കണ്ടെത്തുകയും മാത്രമല്ല ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും ശക്തമായി വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഈ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്നത് ചൈനയാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. ഇപ്പം ബംഗ്ലാദേശിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ഒരു ഭീകരവാദ ജമായത്തെ ഇസ്ലാമി സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയിൽ തന്നെയാണ് വന്നത്. അവരുടെ കരങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ഭാരതത്തെ എല്ലാ കാലത്തും ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു. യെസ്. ഇന്ന് സൈന്യം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഞാൻ പറയുന്നില്ല, അവസാനിച്ചിട്ടില്ലാത്ത ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത മിസൈലാണ്. ഇന്ത്യ തകർത്തതൊക്കെയും ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകൾ, മിസൈലുകളാണ്. പക്ഷെ നമ്മളോ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് പ്രതിരോധ മിസൈൽ അടക്കം, സുദർശൻ അടക്കം ഉപയോഗിച്ചു. ഇതൊക്കെ തെളിയിക്കുന്നത് നമ്മുടെ ആയുധശേഷിയുടെ വലിപ്പം എത്രയെന്നോ? തീർച്ചയായിട്ടും അതിനകത്ത് സംശയമില്ല. നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പാഠങ്ങൾ പഠിക്കുകയും നമ്മളെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ പ്രദർശിപ്പിക്കുകയും ചെയ്ത ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഒന്ന് വർഷങ്ങളായിട്ട് എപ്പോഴും ഒരു പരാതി നമുക്കുണ്ടായിരുന്നത്, അതായത് നമ്മുടെ സൈനിക ഫോഴ്സസിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ എക്യുപ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ തന്നെത്താൻ വികസനം ചെയ്യുന്ന എക്യുപ്മെന്റ് ആണെങ്കിൽ അത് സമയത്തിന് നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഒരു പരിശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. കാരണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സൈന്യത്തിന് പെട്ടെന്ന് ഒരു കാപ്പബിലിറ്റി വരില്ല. അതായത് നമ്മൾ ഇന്ന് ഒരു എയർക്രാഫ്റ്റ് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ എയർക്രാഫ്റ്റ് നമ്മൾ ചെന്ന് ഇന്ന് തന്നെ സൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 3, 4, 5 വർഷമൊക്കെ കിട്ടും. അപ്പൊ അതിന്റെ പ്ലാനിങ്ങിൽ നിന്ന് അത് ചെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമൊക്കെയാണ് അതിന്റെ സമയം. അപ്പൊ നമ്മൾ 10 വർഷം മുമ്പ് എടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അന്ന് നമ്മൾ ആ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് റഫാൽ യുദ്ധവിമാനം, അത് നമ്മൾ അന്ന് 2016 അത് ചെയ്തില്ലായിരുന്നു, ഇന്ന് നമുക്ക് റഫാൽ യുദ്ധവിമാനം കിട്ടത്തില്ലായിരുന്നു. S-400 സുദർശൻ ചക്ര, അത് നമുക്ക് കിട്ടിയത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ അന്ന് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ അതിന്റെ 5 സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് 3 എണ്ണം നമുക്ക് വന്നു കഴിഞ്ഞു, പക്ഷേ ഇനി 2 എണ്ണം വരാനുണ്ട്. അപ്പൊ ഈ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഇത്രയും നല്ല ഒരു രീതിയിലേക്ക് എയർ ഡിഫൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും കൂടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാര്യമാണ്. ആകാശിന്റെ കാര്യം അങ്ങ് പറഞ്ഞു. ഇതേപോലെ തന്നെ ധാരാളം ഡ്രോൺസ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന കാര്യമുണ്ട്, പിനാക്ക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ധാരാളം സൈന്യത്തിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ് ഇന്ന് ഭാരതവും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ, അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയും വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സമ്പൂർണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പാകിസ്ഥാനെ അടിച്ച് എന്താ പറഞ്ഞ അവരെ നമ്മളെ എന്തുവാ പറയുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതെങ്കിൽ അത് ഇതാണ്, ഈ ഒരു പ്ലാനിങ് ആണ്, ഈ ഒരു ദീർഘവീക്ഷണത്തിൽ ഉള്ള രാഷ്ട്രീയ ആ ഒരു ലീഡർഷിപ്പും അതുപോലെ തന്നെ സൈന്യത്തിന്റെ ലെവലിലേക്കുള്ള ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പം പാകിസ്ഥാന്റെ ഉണ്ടായിരുന്നത് ചൈനീസും, നേരത്തെ പറഞ്ഞ പോലെ ചൈനീസും തുർക്കിയുടെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെയും കൂടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ലോകത്ത് മൊത്തം ചൈനയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അയക്കുമ്പം ഇന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചൈന ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല, ചൈനീസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. ഒരു സ്ട്രൈക്ക് പോലും അവർക്ക് തടയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ 9 മിലിറ്ററി ഭീകരവാദി ക്യാമ്പിൽ നമ്മൾ അറ്റാക്ക് ചെയ്തു, തടയാൻ സാധിച്ചില്ല. 11ഓളം എയർഫോഴ്സ് ബേസസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു, അതും അവർക്ക് തടയാൻ സാധിച്ചില്ല.
അപ്പം നമുക്ക് എവിടെയായിരുന്നോ വേണ്ടുള്ളത് അവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എയർഫോഴ്സും ആർമിയും ചെയ്തിരുന്നു. ഇനി ഇന്ത്യൻ നേവി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് പോലും ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇന്ത്യൻ നേവിയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് അഡ്മിറൽ പ്രമോദ് ഇന്നലെ പറഞ്ഞത്. ഞങ്ങളും റെഡി ആയിരുന്നു, നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കോള് വന്നിരുന്നെങ്കിൽ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോയാൻ, അവർക്ക് താങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോയാൻ. അപ്പൊ ഓവറോൾ ഭാരതം വീണ്ടും ഒരിക്കൽ കൂടി പാകിസ്ഥാനിന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ സ്ഥാനം എവിടാണ്, ഭാരതം നിൽക്കുന്ന എവിടാണെന്നുള്ളത് വ്യക്തമായിട്ട് സൈന്യത്തിന്റെ കാര്യത്തിലായാലും ശരി, സാമ്പത്തിക കാര്യത്തിലായാലും ശരി, നയതന്ത്ര കാര്യത്തിലായാലും ശരി, രാഷ്ട്രീയപരമായിട്ടായാലും ശരി, ഇനി ഭാരതത്തിന്റെ ഉള്ളിലുള്ള ഐക്യത്തിന്റെ കാര്യത്തിലായാലും ശരി, അതും നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. കാരണം അസീം മുനീർ ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ആ അസീം മുനീറിന്റെയും അവിടെയുള്ള പാകിസ്ഥാൻ ISI ആളുകളുടെയും ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഭാരതത്തിനുള്ളിൽ അടി നടക്കും, ഭാരതത്തിലുള്ള ആളുകൾ തമ്മിലടിക്കും, അപ്പോഴാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു. അതായത് ഇന്ത്യയിലെ ആരാധനാലയങ്ങളെ തകർക്കാൻ ശ്രമിച്ചത് ഇന്ത്യയാണെന്ന് പറഞ്ഞു വരുത്തി. അതെ അതെ, അതായത് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കണം, പക്ഷെ നമ്മൾ അതിനൊക്കെ അപ്പുറത്താണെന്ന് കാണിച്ചു കൊടുത്തു. സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു, അടിക്കുക തിരിച്ച്, ഇങ്ങോട്ട് ആക്രമിച്ചാൽ എന്ന് തന്നെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭീകരർ ആണ് ഇങ്ങോട്ട് ആക്രമണം നടത്തിയെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവരെയാണ്, സൈന്യത്തെ പോലുമല്ല, അവിടുത്തെ സാധാരണക്കാരെയല്ല. അതൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്തതിൻ്റെ ഫലം കൂടിയാണ് ഇത്ര പെട്ടെന്ന് പാകിസ്ഥാൻ മുട്ടുമടക്കിയത്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ, അതിനകത്ത് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ലക്ഷ്യത്തിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം ഭീകരവാദത്തിന്റെ എതിരായിട്ടുള്ള പോരാട്ടമാണ്. അതിനകത്ത് ഭീകരവാദ ക്യാമ്പുകൾ എവിടാണോ, ഈ പെഹൽഗാം ചെയ്ത ആളുകളുടെ ക്യാമ്പ് എവിടാണോ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണോ, തലവന്മാർ എവിടാണോ, അവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതല്ലാതെ സിവിലിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ സൈന്യത്തിനെ പോലും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല. എന്നിട്ട് നമ്മളെ DGMO ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് അവിടുത്തെ DGMO വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് മാത്രമാണ്, പാകിസ്ഥാൻ സൈന്യമല്ല. ഞങ്ങൾ ഇത് ഒരു നോൺ എസ്കലേറ്റർ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ യാതൊരു താല്പര്യം ഇല്ല എന്ന് പോലും പറഞ്ഞു. പക്ഷെ അവർക്ക് അത് മനസ്സിലാവത്തില്ല. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പകരം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ എന്ത് പറ്റി? അവർ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തി, അത് നമ്മൾ തടഞ്ഞു. വീണ്ടും നമ്മൾ അടി കൊടുത്തു, എന്നിട്ടും പഠിച്ചില്ല, വീണ്ടും അവർ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിത്തേക്കുള്ള ആ ഒരു സംഭവത്തിൽ നമ്മൾ അവരുടെ എല്ലാ ഫ്രണ്ട് ലൈൻ ബേസിലെയും നമുക്ക് അടിക്കാൻ തുടങ്ങിയത്. അടിച്ച് അവർക്കൊരു നമ്മളിന്നത് തെളിവ് സഹിതം കാണിക്കുകയും ചെയ്തു. അതായത് കറാച്ചിയിൽ എന്ത് സംഭവിച്ചു, ഇസ്ലാമാബാദിൽ എന്ത് സംഭവിച്ചു, ലാഹോറിൽ എന്തുണ്ടായി, നൂർഖാൻ വിമാനത്താവളത്തിൽ എന്ത് സംഭവിച്ചു, അവരുടെ റൺവേ എങ്ങനെ തകർന്നു, റഹീമ ഖാൻ വിമാനത്താവളത്തിൽ എന്ത് സംഭവിച്ചു, അങ്ങനെ ഓരോന്നോരോന്നായി. അതായത് അവരുടെ ആണവായുധ കേന്ദ്രത്തിനടുത്തുവരെ നമ്മുടെ മിസൈലുകൾ ചെന്ന് പതിച്ചു. അതൊരു സൂചനയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ചുപോയി പാകിസ്ഥാൻ. കാരണം പാക് വ്യോമത്താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, റഡാർ സ്റ്റേഷനുകൾ അവരുടെ തന്ത്രപ്രധാനമായ 11 ഇടങ്ങളിൽ കയറിയടിക്കുകയാണ്. അങ്ങനെ അപ്പാടെ പേടിച്ചുപോയി. അതെ, അത് മാത്രമല്ല, അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ഭാരതത്തിന്റെ സൈന്യത്തിന്റെ 10% അടുപ്പിച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭാരതത്തിന്റെ മൊത്ത സൈന്യത്തിന്റെ 10% മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം സൈന്യത്തിന്റെ 1/3 ഏകദേശം ശക്തിയുള്ള നേവി നമ്മൾ തൊട്ടിട്ടില്ല. എയർഫോഴ്സിന്റെ കുറച്ച് അസറ്റ്സ്, ആർമിയുടെ ബഹുഭൂരിപക്ഷത്തിലുള്ള ഒന്നും മൂവ് ചെയ്തിട്ടില്ല. ടാങ്ക്സ് മൂവ് ചെയ്തിട്ടില്ല, ആർട്ടിലറി ഗൺസ് ഒന്നും ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല, മറ്റൊന്നും മൂവ് ചെയ്തിട്ടില്ല. അപ്പം എയർഫോഴ്സിന്റെ പ്ലെയിനും എയർ ഡിഫൻസ് സിസ്റ്റവും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും നഷ്ടം ഉണ്ടാക്കാമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം അവരെ അഗേൻസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ സ്ഥിതി എന്തായിരിക്കുമായിരുന്നു. അത് അവർ കൃത്യമായിട്ടുള്ള എനിക്കൊന്ന് മെസ്സേജ് കിട്ടിയപ്പോഴാണ് ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് നാണം കെടാതെ, ഇനി കൂടുതൽ നാണം കെടാതെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയി അമേരിക്കയുടെ കാല് പിടിക്കുകയും അമേരിക്ക ആ കാര്യത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തത്. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യമേ അല്ല. നമ്മളെ ലക്ഷ്യം കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഭാരതം തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി കൂടുതലൊന്നും ഇല്ല. പക്ഷെ അവരത് കേട്ടില്ല. പിന്നീട് അവർ അമേരിക്ക അടുത്ത് പോയി പറഞ്ഞു, അമേരിക്ക പറഞ്ഞു ഭാരതം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ നിർത്താൻ പറഞ്ഞു, അവർ നിർത്തി. ഇതാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. ശരി, ഡോക്ടർ KJ പ്രസാദ്, അതായത് ഈ യുദ്ധത്തിൻ്റെ ബാക്കിപത്രമാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഭീകരർ വന്ന് ഭാരതീയരായ 26 പേരെ, 25 ഒരാൾ നേപ്പാൾ, 25 പേരെ കൊല്ലുന്നു. അതും പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി തലച്ചോറ് ചിതറിക്കുന്നു. മറുപടിയായി നമ്മൾ അവരുടെ ഭീകരതാവളങ്ങളിൽ കയറി അടിക്കുന്നു, തകർക്കുന്നു. അതിനുശേഷം ഈ ഭീകരരുടെ മരണാനന്തര ചടങ്ങുകളിൽ
അവിടുത്തെ മതനേതാക്കൾ, സർക്കാരിൻ്റെ പ്രതിനിധികൾ, സൈന്യത്തിൻ്റെ ഭാഗമായവർ ഒക്കെ വന്ന് നിൽക്കുകയാണ്. കണ്ണു നിറഞ്ഞ നിൽപ്പാണ്. മാത്രമല്ല അവരുടെ സേനാ മേധാവി ഇടയ്ക്കിടെ ഭീകരരുടെ താവളങ്ങളിൽ പോയി കൈകൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി മറ്റൊന്നുകൂടി ഭാരതം തെളിയിച്ചില്ലേ? പാകിസ്ഥാൻ എപ്പോഴും ഭീകരതയ്ക്കൊപ്പമാണ് എന്ന് തെളിയിക്കാൻ കൂടി ഭാരതത്തിനായില്ലേ? തീർച്ചയായിട്ടും രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, നമ്മുടെ ആഭ്യന്തരമായ നമ്മുടെ രാഷ്ട്രബോധത്തിലുണ്ടായ മാറ്റം, ആത്മവിശ്വാസം. കാരണം ഇന്ത്യയിൽ ജനങ്ങളാരും ഭീതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ സുരക്ഷിതമാണ് തങ്ങൾ എന്നൊരു ബോധം ഇന്ത്യയിലുണ്ടായി. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള ശ്രമം, അത് നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിൽ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പാകിസ്ഥാൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഭാരതത്തിന് കടന്നു കയറാൻ കഴിയുമെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മതി പാകിസ്ഥാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 90% എനർജിയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ പാകിസ്ഥാനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാവില്ല. അവരെല്ലാ കാലഘട്ടത്തിലും ലോ ഇൻറ്റൻസിറ്റി വാർ തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ അവർക്ക് പിഴച്ചു പോയത് പ്രധാനമായിട്ട് ഭാരത നേതൃത്വത്തിലുണ്ടായ മാറ്റമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഡിഫൻസ് രംഗം നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനായ ഒരു ഡിഫൻസ് മിനിസ്റ്റർ 10 വർഷത്തോളം AK ആൻ്റണി. നമ്മുടെ സേനയ്ക്ക് ആവശ്യമായ ആധുനികവൽക്കരണം ഒന്നും നടത്താതെ 10 വർഷം നമ്മളെ ഒരർത്ഥത്തിൽ അത്രയധികം നമ്മൾ പിന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ആദ്യം വന്നിട്ട് നമ്മുടെ പാകിസ്ഥാൻ്റെ മുന്നിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പിൻ്റെ കരങ്ങളാണ് നീട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പിന്നീട് അവിടെ ലക്ഷ്മണരേഖയെ കുറിച്ച് ഓർമ്മിക്കേണ്ടി വന്നു. മാത്രമല്ല, നമ്മൾ 16 സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, 19 എയർ സ്ട്രൈക്ക് നടത്തി, അങ്ങനെ വാണിംഗ് കൊടുത്തിരുന്നു. പക്ഷേ അവരെന്നിട്ടും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല. ഇതിന് ആഭ്യന്തരമായിട്ട് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചർച്ചകളിലും നമ്മുടെ അക്കാഡമിക തലത്തിലും മാധ്യമ തലത്തിലും നടക്കുന്ന ചർച്ചകളൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ്. ഇപ്പോൾ തന്നെ എനിക്ക് വേദനയുണ്ടാക്കിയത്, ഈ യുദ്ധ സമയത്ത് രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നെങ്കിലും വെടിനിർത്തൽ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ദേശീയ തലത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉടൻ തന്നെ പാർലമെൻറ്റിൻ്റെ അടിയന്തര സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും അതിൽ 3ാം കക്ഷിയുടെ ഇടപെടലുണ്ടായെന്നുള്ള ഒരു തെറ്റായ ധാരണ പരത്തുകയും ചെയ്തു. കാരണം അമേരിക്കയുമായിട്ട് ഭാരതം ഔദ്യോഗികമായ ചർച്ച നടത്തിയിട്ടില്ല. ഈ വെടിനിർത്തലിനൊരു കരാർ ഒപ്പുവെച്ചിട്ടില്ല. കാരണം നമ്മൾ സിംല കരാർ എന്ന് പറയുന്നത് മാത്രമല്ല, ഭാരതത്തിനെതിരെ വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുവെന്ന് US പറഞ്ഞു. അതെ. അപ്പോൾ മോദി പറഞ്ഞത് നമുക്ക് അപ്പോൾ കാണാം, വിനാശകരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ്. അവിടെ അമേരിക്ക പറഞ്ഞിട്ടും മോദി അത് കേട്ടു നിൽക്കുകയായിരുന്നില്ല. വരട്ടെ, നമുക്ക് അപ്പോൾ കാണാം എന്ന് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു അമേരിക്കയ്ക്ക് പോലും. തീർച്ചയായിട്ടും. മാത്രമല്ല, നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ സോഷ്യൽ മീഡിയയും പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഉൾപ്പെടെ പലപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്നത് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കളെയാണ്. 5 ഇന്ത്യൻ ഫ്ലൈറ്റുകൾ, 5 യുദ്ധവിമാനങ്ങൾ തകർത്തതിന് തെളിവിന് അവിടുത്തെ മന്ത്രി പറഞ്ഞത് തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ എടുക്കാനാണ്. നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സോഷ്യൽ മീഡിയയാണ്. അതായത് ആ തരത്തിൽ അവർ കോൺഫിഡൻ്റായിട്ട് പറയുകയാണ്. കാരണം രാജ്യത്തിനെതിരായ സന്ദേശമാണ് പോകുന്നത്. കാരണം ഇതുപോലെയുള്ളൊരു യുദ്ധ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഒരു കരാറെന്ന് പറയുന്നത് മിലിറ്ററി ലെവലിൽ നടക്കുന്ന ചർച്ചകൾ അല്ലാതെ ഗവൺമെൻറ് തലത്തിലോ നയതന്ത്ര തലത്തിലോ ഒരു കരാറോ ഉറപ്പോ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല ഇത്. പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത് പോളിസി തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയത് റാഫേൽ എന്നുള്ള ഒരു യുദ്ധവിമാനത്തെക്കുറിച്ച്, അതുപോലെ തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ തെളിവെവിടെ എന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മുടെ ഈ ഓപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം സേനയുടെ നേതൃത്വം തന്നെയാണ് തെളിവുകൾ. അത് കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂറും ഇന്നും ഏതാണ്ട് 1 മണിക്കൂറോളം ഉള്ള പത്രസമ്മേളനത്തിലൂടെ എല്ലാ തെളിവുകളും നിരത്തിയതിന് ശേഷമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. രാഷ്ട്രീയ നേതൃത്വം ഇതുവരെയായിട്ട് ഇത് ഡിഫെൻഡ് ചെയ്യാൻ പരസ്യമായിട്ട് വന്നില്ല. കാരണം അത് സേനയാണ്. അത് ചെയ്യേണ്ട പരിപൂർണമായി അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കേണ്ടത് സേനയാണ് എന്നുള്ള ഒരു പുതിയ ഒരു സംസ്കാരം കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് പകരം എല്ലാ തെളിവുകളും നിരത്തി. ഇനി ആരും ചോദിക്കില്ല തെളിവ് എവിടെയാണ്. അത് ഭാരതത്തിൻ്റെ ശക്തിയെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിക്കുന്നതിന് പകരം ഭാരതത്തിൻ്റെ ദൗർബല്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കശ്മീരിലെ പെഹൽഗാമിൽ വന്ന് ഭീകരർ അടിച്ചിട്ട് പോയപ്പോൾ ദിവസങ്ങളുടെ
വ്യത്യാസം വന്നപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ എന്താ തിരിച്ചടിക്കുന്നില്ലേ എന്ന്. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു. എങ്ങനെ തിരിച്ചടിക്കണം, എവിടെയൊക്കെ അടിക്കണം, അതിനുശേഷം എന്തുണ്ടാകും, അപ്പോൾ എന്തു ചെയ്യണം ഒക്കെയും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു ഭാരതം എന്ന് വ്യക്തമാണ്. കേണൽ എസ് ഡിന്നി, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ഭീകരർക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്കും നൽകുന്ന സന്ദേശം എന്ത്? നോക്കൂ, അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. അതായത് ഭാരതത്തിന്റെ ഒരു പോളിസി ഇതിനു മുൻപ് സീറോ ടോളറൻസ് ഫോർ ടെറർ എന്നാണ്. അതായത് ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി an act of terror will be considered as an act of war. അതായത് ഭീകരവാദം ചെയ്യുകയാണെങ്കിൽ അതൊരു യുദ്ധമായിട്ട് കണക്കാക്കും എന്നുള്ള രീതിയിലേക്ക് മാറി. അതിന്റെ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാരതത്തിന്റെ ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അത് വെറും ഒരു സൈനിക നടപടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റ് മേഖലകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ആളുകൾ വിചാരിക്കും ഓക്കെ ഇവിടെ ഇത്രയും 100ഓളം ഭീകരവാദികളെ വധിച്ചു, അപ്പൊ ഇനി എന്തായാലും അങ്ങനെ വരത്തില്ലേ? അതല്ല, നമ്മൾ ചെയ്യുന്നത് സൈന്യത്തിന്റെ കാര്യം സൈന്യം ചെയ്തു, പക്ഷെ അതല്ലാതെ തന്നെ മറ്റ് മേഖലകളിലും കൂടി നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിന്ധു നദി കരാർ, പിന്നെ ഇനി പാകിസ്ഥാന്റെ FATF കൊണ്ടുവരുന്നത്, നയതന്ത്ര ലെവലിലെ മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഭാരതം ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അകത്ത് ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ബലൂചിസ്ഥാനിലെ പ്രശ്നമുണ്ട്, തെഹ്രീക്ക് താലിബാന്റെ പ്രശ്നം നടക്കുന്നുണ്ട്, പഷ്തൂൺ ഏരിയയിലെ പ്രശ്നം നടക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ഏരിയയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പോരാട്ടം. അപ്പൊ പാകിസ്ഥാൻ നമ്മളെ ഇനി ഈ 1000 മുറിവുകൾ കൊണ്ട് നോവിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു അടി കൊടുത്തിട്ട് മിണ്ടാതിരിക്കും എന്നുള്ള രീതിയിലല്ല. ഇതൊരു നിരന്തരമായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യം, അത് ആര് വന്നാലും ശരി, ഭാരതത്തിന് ഇനി ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പാതയിൽ തന്നെയാണ് ഇപ്പം ഈ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള പോരാട്ടം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണുന്നത്. യെസ്, ഡോക്ടർ കെ ജയപ്രസാദ്, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാന് പിന്നിൽ തുർക്കിയും പിന്നെ ചൈനയും എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ചൈനയുടെ പല മിസൈലുകളും നമ്മൾ തരിപ്പണമാക്കി എന്ന് പറഞ്ഞു. ഈ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെയും നമ്മുടെ മിസൈലുകൾ പതിച്ചതു കണ്ട് എന്തു മാറ്റമാണ് ഉണ്ടായത്? ഈ ചൈന എന്തുകൊണ്ട് പിന്നോട്ട് പോയി? അയൽക്കാരാണ് ഇരു രാജ്യങ്ങളും എന്ന് പറഞ്ഞവസാനിപ്പിക്കാനാണല്ലോ അവർ ശ്രമിച്ചത്. 1965 മുതൽ എല്ലാ യുദ്ധങ്ങളിലും എല്ലാ സംഘർഷങ്ങളിലും അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ മുന്നേറ്റത്തിലും എല്ലാം തന്നെ പാകിസ്ഥാനോടൊപ്പമാണ് ചൈന നിന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ അമേരിക്കയും നമ്മൾ അത്രയധികം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ്, അത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ല, അതിന് വിഭിന്നമാണ്. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ പിന്തുണ അതിനുണ്ടായിരുന്നു. അവർ വളരെ ശക്തമാണ്. ഇപ്പം തന്നെ IMFൻ്റെ ലോണ് വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാന് പ്രാപ്യമാക്കിയതിൽ അമേരിക്കയ്ക്ക് വലിയ റോളുണ്ട്. കാരണം ഏതാണ്ട് 60% വോട്ടവകാശം അമേരിക്കയ്ക്കാണ് IMFിലുള്ളത്. കാരണം ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ, അതുപോലെ പാകിസ്ഥാൻ കുറ്റവാളിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്നത്, വേണമെങ്കിൽ 1-2 ആഴ്ച മാറ്റിവെക്കാമായിരുന്നു, അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭാരതത്തിൻ്റെ വികസനം കാംക്ഷിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമേരിക്കയിൽ നിലവിലുള്ള ഭരണകൂടം ഒരുപക്ഷെ പിന്തുണയ്ക്കുന്നുണ്ടാകും, പക്ഷേ അമേരിക്കയിലകത്തുള്ള ശക്തികൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റ്, അത് ഭാരതത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക്കിലൂടെ, ബുദ്ധിജീവികളിലൂടെ, ഇടതുപക്ഷ അല്ലെങ്കിൽ ആ തരത്തിൽ പറയുന്ന അർബൻ നക്സലൈറ്റുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭാരതത്തിനെതിരായ ശത്രുതാപരമായ ആശയങ്ങൾ ജനിപ്പിക്കുന്നത് ഭാരതത്തിനകത്തു നിന്നാണ്. ഇപ്പോൾ കേരളം വളരെ മുന്നിൽ നിൽക്കുന്നൊരു പ്രദേശമാണ് ആ തരത്തിൽ നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയോടാണ്. കാരണം 2014 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള
നമ്മുടെ സേനകളെ ശാക്തീകരിക്കുന്നതിനടുത്ത ശ്രമങ്ങൾ. ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ 2020 ശേഷം ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറ്റിയ സംവിധാനങ്ങളാണ് ഈ പാകിസ്ഥാനെതിരായ ആക്രമണത്തിൽ നമ്മളെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശക്തി തെളിയിക്കുന്നതിന് മുന്നിൽ വന്നത്. അതായത് S-400 മിസൈൽ പ്രതിരോധ സംവിധാനമാണെങ്കിലും റാഫേൽ തുടങ്ങിയിട്ടുള്ള യുദ്ധ പ്ലെയിൻ ആണെങ്കിലും ഒക്കെ തന്നെ അതിനുശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടാണ് അദ്ദേഹം കണ്ടത്. 2014 നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ 78% ആയുധങ്ങൾ നമ്മൾ ഒരു രാജ്യത്തിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. അതാണ് കോൺഗ്രസിൻ്റെ സംഭാവന എന്ന് നമ്മൾ അറിയേണ്ടത്. അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീട് റഷ്യയിൽ നിന്ന്. അപ്പം ഇന്ന് അത് 36% നരേന്ദ്രമോദി താഴ്ത്തിക്കൊണ്ടുവന്നു. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും ലോക വിപണിയിലെ ആയുധങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഒരു രാഷ്ട്രത്തിന് അടിമപ്പെടുന്നതിന് പകരം അത് നമ്മൾ ഇന്ന് ഇസ്രയേൽ ഉൾപ്പെടെ ഫ്രാൻസ് അതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ സ്വീഡൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മളിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. അതായത് രാഷ്ട്രത്തെ നമ്മൾ പറയുന്ന തരത്തിൽ ഒരു ചേരിചേരായ്മ പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അടിമപ്പെട്ട് നിന്ന ഒരു രാഷ്ട്രീയ ലൈനിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമ്മൾ ആത്മനിർഭര ഭാരതിലൂടെ അതുപോലെ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തരമായി നമ്മുടെ രാഷ്ട്രം വികസിച്ച മിസൈൽ സംവിധാനങ്ങളാണെങ്കിലും മറ്റു തരത്തിൽ പ്രതിരോധ നിർമ്മാണത്തിലുമൊക്കെ നമ്മൾ വളരെ റെക്കോർഡ് വേഗതയിൽ മുന്നേറുകയാണ്. അപ്പോൾ ഇത് വളരെ ഭയത്തോടെയാണ്. നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നപ്പോൾ ലോകത്തിലെ 10ാമത്തെ സമ്പദ്ശക്തിയാണെങ്കിൽ ഇന്ന് 4ാമതാണ്. ഈ വർഷം അവസാനിക്കുമ്പോഴത് 3ാമതായി മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഭാരതത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾ കേവലം ചൈന മാത്രമല്ല, ഇസ്ലാമിക ലോകം നമ്മൾ പറയുന്ന OIC എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏകീകരിച്ച സംഘടനാ രൂപം, അതിൽ നമ്മൾ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ ചില രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ, UAE പോലെയുള്ള രാജ്യങ്ങൾ, നമ്മളുമായിട്ട് വളരെ ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദവും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇന്ത്യയുമായിട്ട് UAE നടത്തുന്നു. പക്ഷേ അതേസമയം തന്നെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും പാകിസ്ഥാനിന് തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത്. തുർക്കി അതിൻ്റെ നേതൃത്വം അലങ്കരിക്കുന്നുവെന്ന് നമ്മൾ കരുതിയാൽ മതി. കാരണം ഇവിടെ ഇസ്ലാമിക സ്റ്റേറ്റും ഇസ്ലാമിക ശക്തികളും ചൈനയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു ഭാഗത്തും, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡീപ്പ് സ്റ്റേറ്റും മറുഭാഗത്തുമുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന് എതിരായ ശക്തികൾ കേവലം ചൈന, ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രമല്ല, അതിന് ബദലായിട്ട് തന്നെ അമേരിക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തികളും അതുപോലെ മറ്റ് യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് വിഭജിക്കപ്പെട്ട ഒരു ഭാരതമാണ്. ഇവിടെ നമ്മൾ നമ്മളെ മുന്നിൽ വന്നത് ലോകത്തിൻ്റെ ചർച്ചയിലേക്ക് വരാം. 22 മിനിറ്റ് നേരം പറയാനുള്ളതെല്ലാം കാച്ചിക്കുറുക്കി പറഞ്ഞവസാനിപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിനും പാകിസ്ഥാനും ലോകത്തിനും നൽകിയത്. ഓരോ വാക്കുകളും അളന്ന് കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വളരെ സുശക്തമായ ഒരു രാജ്യത്തിൻ്റെ സുശക്തമായ നേതൃത്വത്തിൻ്റെ ഒരു മറുപടി എന്നുള്ള തലത്തിൽ ലോകം ഇന്ന് കാത്തിരുന്ന ഒരു മറുപടിയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സേനയെ പ്രതിനിധീകരിച്ച് മാത്രമാണ് നമ്മളോട് രാജ്യത്തിന് വേണ്ടി അവർ നടത്തിയ ഡിഫൻസ് എന്താണെന്ന് അവതരിപ്പിച്ചതെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി മുന്നിൽ വന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഓരോ വാക്കുകളും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാകുന്ന തരത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനം അവസാനത്തെ ഭാഗമാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നു, നമ്മൾ പാകിസ്ഥാനോട് ഇനി ഒരു നയതന്ത്ര തലത്തിലൂടെ മുന്നോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല. അങ്ങനെ നമ്മൾ സംസാരിക്കണമെങ്കിൽ അവിടെ ഭീകരവാദത്തെ വാഴ്ത്തുന്ന, പിന്തുണയ്ക്കുന്ന, അതിന് താവളമൊരുക്കുന്ന പാകിസ്ഥാനുമായോട് ചർച്ച നടത്താൻ കഴിയില്ല. ചർച്ച നടത്തുകയാണെങ്കിൽ ഭീകരവാദം ഒഴിഞ്ഞ ഒരു പാകിസ്ഥാനായിരിക്കണം. രണ്ടാമത്, ഭീകരവാദത്തിൻ്റെ രാഷ്ട്രവുമായിട്ട് നമ്മളെ വ്യാപാരവും നമുക്ക് നടത്താൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്. ട്രേഡ് വേണമെങ്കിൽ ഭീകരവാദത്തിൽ നിന്ന് പാകിസ്ഥാൻ വിമുക്തമാകണം. 3, ബ്ലഡും അതായത് രക്തവും വെള്ളവും ഒന്നിച്ച് ഒഴുകില്ല. ഭാരതത്തിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പോകണമെങ്കിൽ 1960 മുതൽ നമ്മൾ നൽകി വരുന്ന അല്ലെങ്കിൽ നമ്മൾ 80% വെള്ളവും പാകിസ്ഥാന് നൽകിയിരുന്ന ആ സിന്ധു നദീ കരാർ നിന്ന് നമ്മൾ ഇന്ന് പിന്മാറിക്കഴിഞ്ഞിരുന്നു. അത് എന്നാണോ പാകിസ്ഥാൻ കത്തി താഴെ വെക്കുന്നത്
അത് രക്തം വാർന്നൊഴുക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ രാഷ്ട്ര ശരീരത്തിന് കഴിഞ്ഞ 75 വർഷമായിട്ട് 1947 ഒക്ടോബർ മാസം മുതൽ പാകിസ്ഥാൻ്റെ ആക്രമണം തുടങ്ങിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 2 മാസം തികയുന്നതിന് മുമ്പാണ് കാശ്മീരിലേക്ക് പാകിസ്ഥാൻ ആക്രമണം ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി പോയി. എന്നിട്ട് ആ ഐക്യരാഷ്ട്ര സംഘടന നമുക്കെതിരായി വിധി തരികയും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നുള്ള ഒരു പ്രവിശ്യ പാകിസ്ഥാൻ വരികയും നമുക്ക് അന്താരാഷ്ട്ര ബോർഡറിന് പകരം നമ്മുടെ രാജ്യം അത് ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള തരത്തിൽ അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഇവിടെ എടുത്തു പറയുന്നു. ഇനി ചർച്ച ചെയ്യുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചാണ്, പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ടെററിനെക്കുറിച്ച്, അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. കൃത്യമായി പാകിസ്ഥാൻ എന്താണെന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയായിരുന്നു അദ്ദേഹം. ശ്രീജിത്ത് പണിക്കർ, പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞതുമായി ചേർത്തുവെച്ച് ഒരു ചോദ്യമാണ്. ഇന്ത്യ പാക് യുദ്ധം, പ്രധാനമന്ത്രി അങ്ങനെ തന്നെയാണല്ലോ വിശേഷിപ്പിച്ചത്, യുദ്ധമുഖം എന്ന് തന്നെ പറഞ്ഞു. ഇന്ത്യ പാക് യുദ്ധം ഇത്ര പെട്ടെന്ന് അവസാനിക്കാൻ കാരണമെന്ത്? കൃഷ്ണരാജ്, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സംഘർഷത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. ഇതിൽ പങ്കെടുക്കുന്ന 2 ആൾക്കാർക്കും. അതിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന ആ പത്രസമ്മേളനത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും പാകിസ്ഥാൻ മിലിറ്ററിക്കെതിരെ അല്ല, പാകിസ്ഥാന്റെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് നേരെയല്ല, മറിച്ച് നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പ്രിസിഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്നത് അവിടെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നത് മാത്രമാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ആൾക്കാരെ മായ്ച്ചു കളയുക ലോകത്ത് നിന്ന് എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നത് പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് അവിടെയുള്ള തീവ്രവാദ ക്യാമ്പുകളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്തു. അത് തന്നെയുമല്ല, ആദ്യത്തെ ദിവസം നടത്തിയിരുന്ന പത്രസമ്മേളനം മുതൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതിന്റെ അന്ന് രാവിലെ ഉണ്ടായിരുന്ന പത്രസമ്മേളനത്തിൽ വരെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്തിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞത് പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയിരിക്കുന്നത് നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അത് യുദ്ധത്തിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. എല്ലാം വളരെ പ്രിസൈസ് ആണ്, മെഷേർഡ് ആണ്, ഒപ്പം അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, പ്രൊപ്പോർഷനേറ്റ് ആണ്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ആദ്യം മുതൽ ഏറ്റവും അവസാനം നടത്തിയിരുന്ന പത്രസമ്മേളനം വരെയും നമ്മൾ ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിലും ഇത് ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നതിനെ നമ്മൾ കണക്കിലെടുക്കാതെ ഇരുന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ അതിന് വില്ലിംഗ് ആണ് എങ്കിൽ നമ്മൾ അതിന് തയ്യാറാണ് എന്ന സന്ദേശം തന്നെയാണ് നമ്മൾ കൊടുത്തത്. കാരണം ഏറ്റവും അവസാനം നടത്തിയിരുന്ന ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്ന ദിവസം രാവിലെ ഉണ്ടായിരുന്ന പത്രസമ്മേളനത്തിൽ വരെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമുക്കിതിനെ എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പ്രൊവൈഡഡ് പാകിസ്ഥാൻ റെസിപ്രോക്കേറ്റ്സ് ഇറ്റ്. നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമില്ല എങ്കിൽ ഞങ്ങൾക്കത് ആഗ്രഹമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് യുദ്ധത്തിലേക്ക് പോകണമെന്ന് നമുക്ക് താല്പര്യമില്ല, വെടിനിർത്തലിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അതേപോലെ തന്നെ പരിഗണിക്കും എന്നുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെങ്കിലും ഒരു മിഡിൽമാൻ ബ്രോക്കർ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെ നോർവേ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ആൾക്കാരോട്, നമ്മളോട് സൗഹൃദമുള്ള രാജ്യങ്ങളോടെല്ലാം തന്നെ, ഈവൻ സൗഹൃദം അധികമില്ലാത്ത ചൈനയോട് പോലും നമ്മൾ ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ അനുദിനം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു ദിവസം മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ ആവർത്തിക്കുന്നത് ഇത് നോൺ എസ്കലേറ്ററി മെത്തേഡിലാണ് പോകുന്നത് എന്ന് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്തും ഇതിനെ ഏതെങ്കിലും ഒരു മറ്റൊരു ലക്ഷ്യത്തിലേക്ക് റീറൂട്ട് ചെയ്ത് വിടുക എന്നുള്ളത് നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്കില്ല. പാകിസ്ഥാനെതിരെ ഒരു ഫുൾ ബ്ലോൺ അറ്റാക്ക്, ഒരു ഫുൾ സ്കെയിൽ യുദ്ധം എന്നതൊന്നും തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പ്രധാനമന്ത്രി അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത് തന്നെ കനത്ത ആഘാതമേൽക്കുന്ന സമയത്ത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഓടി നടന്നു സഹായ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണ് അവസാനം നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ച് അന്നത്തെ ദിവസം വൈകുന്നേരം 3:30 സംസാരിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനാണ് ഇത് നിർത്താനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, അപ്പർ ഹാൻഡ് കിട്ടുന്ന ആളല്ല. ആനയും ഉറുമ്പും തമ്മിൽ ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറുമ്പ് വേണം അതിൽ ക്ഷമാപണം നടത്തുന്നതും അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് പറയുന്നതും. ആനയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനാണത് ഇനിഷ്യേറ്റ് ചെയ്തത് എന്തുകൊണ്ട് തന്നെ എത്രത്തോളം ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പാകിസ്ഥാൻ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മിഡിൽമാനെ ഇതിൽ കൊണ്ടുവരിക, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ഉപാധികൾ വെച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഒരു മിഡിൽമാനെ ഒരു ഘട്ടത്തിലും എൻഗേജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മിഡിൽമാൻ ഉൾപ്പെടുക എന്ന് വെച്ചാൽ അത് കേവലം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ നമ്മളോട് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകണ്ട എന്ന് പറയുന്നതല്ല. അതെല്ലാ രാജ്യങ്ങളും പറയുന്നതാണ്. അവര് ഔദ്യോഗിക നിലപാടെടുത്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും. ഒപ്പം ഇന്ത്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഈ രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചിരിക്കുന്ന മറ്റുള്ള എല്ലാ രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നതും. ഒരു മിഡിൽമാൻ വരുന്നത് എവിടെയാണ്? രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മധ്യസ്ഥം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മിഡിൽമാൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ എന്താണ്? രണ്ടുപേരും ഈ സംഘർഷം ലഘൂകരിക്കണം, നിങ്ങൾ ചർച്ചകളിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്ന് കരുതി ആ വിഷയത്തിൽ ഇന്ത്യ ഒരു മിഡിൽമാൻ അല്ല. അതേപോലെ തന്നെ ഒരു മിഡിൽമാനെ എൻഗേജ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു നടപടിയുണ്ട്. അതിവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്ത്യയുടെ യുദ്ധ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1965 യുദ്ധത്തിൽ ഇന്ത്യക്ക് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനും നമ്മൾ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു വിജയത്തിലേക്കും പോകുന്ന സമയത്ത് അതിന്റെ ഒരു മധ്യസ്ഥം വഹിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ എന്ന് ചോദിച്ചാൽ രണ്ട് കക്ഷികൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു മൂന്നാമൻ, അങ്ങനെ ഒരു മൂന്നാമൻ വരികയും ആ മൂന്നാമന്റെ സ്ഥലത്ത് വെച്ച് താഷ്കെൻഡിൽ വെച്ച് അലക്സി കസിഗിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആ ഒരു ട്രീറ്റി ഒപ്പിടുകയും ഒക്കെയാണ് ചെയ്തത്. അതാണ് മധ്യസ്ഥത. അതല്ലാതെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഞാൻ ബ്രോക്കർ ചെയ്തിട്ടാണ് ഇവിടെ പീസ് എന്ന് പറയുന്നതല്ല ഒരാൾ മിഡിൽമാൻ ആകുന്നത്. മറിച്ച് രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചിരിക്കുന്ന ഒരേ ഒരു രാജ്യം, ഇവിടെ അമേരിക്ക മാത്രമല്ല, അല്ലെങ്കിൽ മാർക്കോ റൂബിയോയോ ഡൊണാൾഡ് ട്രംപോ ജെ ഡി വാൻസോ മാത്രമല്ല, മറ്റുള്ള നിരവധി ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ താല്പര്യത്തിൽ ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം എന്നത് നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ആരെങ്കിലും ബ്രോക്കർ ചെയ്തിട്ടാണ് ഇവിടെ പീസെങ്കിൽ നമ്മൾ എവിടെയാണ് രാജ്യത്തിന്റെ നിലപാട് മാറിയത് എന്ന് പറയണം. അതായത് നമ്മൾ യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നൊരു പ്രഖ്യാപനം നടത്തുകയും അമേരിക്കയോ മറ്റാരെങ്കിലുമോ ഇടപെടുന്ന സമയത്ത് നമ്മൾ ആ സമീപനത്തിനെ മൃദുവാക്കിയിട്ട് നമ്മൾ സീസ് ഫയറിന് പോകാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു നിലപാടിലെങ്കിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ, തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ, പിന്നാക്കം പോയിട്ടുണ്ടോ? ശരിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള മുതൽ വിക്രം മിശ്രി ആകട്ടെ, രാജ്നാഥ് സിംഗ് ആകട്ടെ, വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോഴൊക്കെ പറഞ്ഞത് ഞങ്ങളായിട്ടൊന്നും തുടങ്ങുന്നില്ല, നിങ്ങൾ തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ്. ഈ സമാധാനമാണ് വേണ്ടത്, ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നവർ ആവർത്തിച്ചു പറഞ്ഞു. ഇതിലിപ്പോൾ ഈ അമേരിക്കയുടെ ഇടപെടൽ എന്നതിനെ പൂർണ്ണ തൃപ്തിയോടെ ഒന്നും ഭാരതം സമീപിക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ മറുപടി നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇനി കശ്മീരും പാകിസ്ഥാനുമായ ഒരു ചർച്ച ഉണ്ടാകുമെങ്കിൽ അത് ഭീകരതയുടെ ചർച്ച കൂടിയായിരിക്കും. ഭീകരത കൂടി അതിലേക്ക് വിഷയമായി വരുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി അല്പം മുമ്പ് പറഞ്ഞു. അതിനർത്ഥം കശ്മീർ ചർച്ചയിൽ ഒരു മധ്യസ്ഥത വേണ്ട എന്ന് പറയാതെ പറയുകയാണോ അദ്ദേഹം? കൃഷ്ണരാജ്, അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. കാരണം വളരെ പ്രിസൈസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടെററിസത്തിനെ കുറിച്ചും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചും മാത്രമേ നമ്മൾ ചർച്ച ചെയ്യൂ എന്നാണ്. മുമ്പ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ളതായിരുന്നില്ല ഈ രണ്ട് രാജ്യങ്ങളും എടുത്തിരിക്കുന്ന പൊസിഷൻ. കാശ്മീർ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കാശ്മീർ എന്ന് പറയുമ്പോൾ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീരുണ്ട്, പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരുണ്ട്. അങ്ങനെ ഒരു ടോട്ടാലിറ്റിയിലാണ് ഈ കാശ്മീർ എന്നുള്ള തർക്കം. പക്ഷെ ഇപ്പൊ ഇന്ത്യ പറയുന്നത് നമ്മുടെ ഭാഗത്തെ കാശ്മീരിനെ പറ്റി ചർച്ചയേ ഇല്ല എന്ന് തന്നെയാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റിയാണ് ഇനി ചർച്ച എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഞങ്ങൾക്ക് മാത്രമാണ്, അത് വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമേ ഇനിയുള്ളൂ എന്നാണ്. അത് അതിശക്തമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ്. കാരണം അതിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഉടനെ തന്നെ നമ്മൾ അതിനെ ഒരാവശ്യവുമില്ലാതെ UN-ലേക്ക് കൊണ്ടുപോയതാണ്. ഒരു തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ പിന്നീട് ഷിംല എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വരുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളപ്പോൾ പോലും നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത് കാശ്മീർ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് അതിൽ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റിയാണ് ചർച്ച, അതല്ലാതെ നമ്മുടെ ജമ്മു കാശ്മീരിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ല. രണ്ടാമത്തെ വിഷയം അതിൽ വന്നിരിക്കുന്നത് ടെററിസമാണ്. അപ്പോൾ മറ്റുള്ള പല വിഷയങ്ങളുണ്ടല്ലോ, ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്, അതിലൊന്നും തന്നെ ചർച്ചയില്ല
എന്നുകൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രക്തവും ജലവും കൂടി ഒന്നിച്ചൊഴുകില്ല എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് ഡിപ്ലോമാറ്റിക് റാം ഡൗൺ ആയിക്കോട്ടെ, പാകിസ്ഥാനിലുള്ള സിറ്റിസൺസിന് ഇവിടെ വിസ നൽകില്ല എന്നുള്ളതായിക്കോട്ടെ, പാകിസ്ഥാൻ സിറ്റിസൺസ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ളതായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരൊറ്റ കാര്യത്തിലും ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഇനി ചർച്ചയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ചർച്ച ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടെററിസ്റ്റുകളുടെ എക്സ്ചേഞ്ച്, ഈ കാര്യങ്ങൾ, അതായത് ടെററിസം എന്നുള്ള ലാർജർ അംബ്രല്ലയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒപ്പം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അതിശക്തമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്ന ഒരു അഡ്രസ്സിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതാണ്. അതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റി ഉള്ള മറ്റൊരു പ്രസ്താവന ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മറ്റുള്ള പല കാര്യങ്ങളും നമ്മുടെ സൈനികർ നേരത്തെ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ആണവ ഭീഷണി ഞങ്ങൾക്കെതിരെ വേണ്ട എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും അഥവാ ഇത് ഒരു തേർഡ് പാർട്ടി ബ്രോക്കർ ചെയ്തിരിക്കുന്ന പീസാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിനൊരു പോസ് കൊണ്ടുവന്നുവെന്നാണ്. അതായത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്ന് മാത്രമാണ്. അതല്ലാതെ ഒരു മധ്യസ്ഥതയുടെയും അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സീസ് ഫയറിന് പോയിട്ടില്ല. പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നോക്കുന്നു എന്നാണ്. ഒപ്പം അവരുടെ ഹൃദയത്തിൽ തന്നെ വലിയ ആഘാതം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുമ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ നമ്മുടെ സൈനികർ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ബൈലാറ്ററൽ ടോക്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് ടോപ്പിക്കിൽ മാത്രമാണ് എന്നും ആ രണ്ടാമത്തെ ടോപ്പിക്കിനെ നമ്മൾ ഗ്രാനുലാർ ലെവലിലേക്ക് കൊണ്ടുവന്ന് കാശ്മീർ അല്ല വിഷയം, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ് എന്ന് വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ പൊസിഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും കാശ്മീർ വിഷയം ബ്രോക്കർ ചെയ്യും എന്ന് നമ്മളോട് പറയാൻ കഴിയും? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് പറയാൻ കഴിയുമോ? കാരണം ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമീപനത്തോടു കൂടി ഒരു തേർഡ് പാർട്ടി വരില്ലല്ലോ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം കാശ്മീരാണ് എങ്കിൽ അത് ബ്രോക്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദേശ രാജ്യത്തിന് വേണമെങ്കിൽ ശ്രമിക്കാം. ഈ കരാർ ഷിംല എഗ്രിമെന്റ് ഉൾപ്പെടെ അതിൽ നിന്ന് വിരുദ്ധമാണ് എങ്കിൽ പോലും. പക്ഷേ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീരിനെ പറ്റി ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു തേർഡ് പാർട്ടി വരിക? എന്ത് സൊല്യൂഷനാണ് ഒരു തേർഡ് പാർട്ടിക്ക് പാകിസ്ഥാന് മുന്നിൽ വെക്കാൻ കഴിയുക? ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്ലെബിസൈറ്റിനെ പറ്റി പറയാൻ കഴിയുമോ? അതായത് ഈ രണ്ട് സ്ഥലത്തുമുള്ള രണ്ട് ഭാഗത്തും രണ്ട് രാജ്യത്തുമായിട്ട് നിലവിൽ ആൾക്കാർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കാശ്മീർ ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഹിതപരിശോധന നടത്തട്ടെ എന്ന് പറഞ്ഞ് ഒരു റഫറൻഡം, ഒരു പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കുമല്ലോ ഒരു തേർഡ് പാർട്ടി വരികയാണെങ്കിൽ. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെയും റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ മാൻ പോലും വരാനില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇനി 5 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഡോക്ടർ കെ ജയപ്രസാദ്, 3 പോയിന്റുകൾ. 1, ആധുനിക യുദ്ധതന്ത്രങ്ങൾ വിജയിച്ചു. 2, സൈന്യത്തിൻ്റെ വീര്യവും ശക്തിയും എന്തെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. 3, നമ്മുടെ യുദ്ധ സാമർഥ്യം എന്തെന്ന് തെളിഞ്ഞു. ഈ 3 വരികളിലും ഭാരതത്തിൻ്റെ ആക്രമണക്കരുത്തും പ്രതിരോധശേഷിയും ലോകത്തെ വെളിപ്പെടുത്താനായി എന്നോ അദ്ദേഹം ഉദ്ദേശിച്ചത്? പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദേശം പ്രധാനമായിട്ടും പാകിസ്ഥാനേക്കാൾ ഉപരി ലോകത്തോടാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ സംശയ നിവാരണവും പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. അതായത് ഇതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ആ പാത, അതായത് ഡിപ്ലോമസിയുടെ തലത്തിലുള്ള എല്ലാ വഴികളും അടഞ്ഞതായിട്ട് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതായത് ഇനി ചർച്ച മറ്റൊരു വിഷയത്തിലുമില്ല, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ സംബന്ധിച്ചുള്ള വിഷയവും ഭീകരവാദവും മാത്രമാണ്. അതായത് നിലവിലുള്ള പാകിസ്ഥാൻ പുനർജനിച്ചാൽ മാത്രമേ നയതന്ത്ര രംഗത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ഒരു ചർച്ചയ്ക്ക് ഇനി സ്കോപ്പുള്ളൂ. അതായത് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ഭീകര വിമുക്തമായ ഒരു രാജ്യമായി മാറണം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ എത്രമാത്രം കഴിയുമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ ഒരു കേന്ദ്രീകൃതമായ സോവറിൻ അതോറിറ്റി ഇല്ല. 4-5 ശക്തികളായി ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന് ഈ പ്രധാനമന്ത്രി പറഞ്ഞ കണ്ടീഷൻസിൽ വരാൻ പറ്റില്ല. അതിനൊരു പ്രധാന കാരണം പ്രധാനമന്ത്രി വളരെ അടിവരയിട്ട് പറയുന്നു, തീവ്രവാദത്തിന് നമ്മൾ ശക്തമായ മറുപടി നൽകും. ഇന്ത്യയുടെ പുതിയ നയം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തീവ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഉറവിടം അവിടെ ചെന്ന് തന്നെയാണ് അത് നശിപ്പിക്കും
എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ തിരിച്ചടിച്ചിരിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ഇനി ഭാരതത്തോട് വേണ്ട. നമ്മുടെ പല സമാധാനകാംക്ഷികളും പറയുന്ന ഒരു വാദമാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ ഫോഴ്സാണ്, അവരോട് നമ്മൾ സംഘർഷത്തിന് പോകുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, അതിന് സംശയമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിന് സ്കോപ്പില്ല. അതുപോലെ തന്നെയാണ് തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന സർക്കാരിനെ തീവ്രവാദികൾക്ക് തുല്യമായിട്ട് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാർ എന്നല്ലെങ്കിൽ ഒരു സിവിലിയൻ ഗവൺമെൻറ് എന്നുള്ള ആനുകൂല്യത്തിലൂടെയുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും ആ സർക്കാരുമായിട്ടുണ്ടാകില്ല. അതും പാകിസ്ഥാൻ നൽകുന്ന ശക്തമായ ഒരു ഉറപ്പാണ്. മറ്റൊന്ന്, ഇന്നത്തെ തിരിച്ചടി നിർത്തിയിട്ടില്ല, ഇത് തൽക്കാലം നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് പാകിസ്ഥാന് വാണിംഗ് കൊടുക്കുകയാണ്, തൽക്കാലം പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നു, ഇത് നമ്മൾ തുടരും. അപ്പോൾ ഈ തരത്തിൽ വളരെയധികം ശക്തമായ രീതി. അപ്പോൾ ഇതുവരെ നമ്മൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഈ യുഗം യുദ്ധത്തിൻ്റേതല്ല. അദ്ദേഹം ഇന്ന് പുതുതായിട്ട് ആഡ് ചെയ്തു, ഈ യുഗം അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റേതല്ല, മറിച്ച് അതുപോലെ തന്നെയാണ് ഇത് തീവ്രവാദത്തിൻ്റെയും കാലഘട്ടമല്ല. അപ്പം അതുകൊണ്ട് തീവ്രവാദത്തെ നമ്മൾ കാണാതെ അതിനെ ഫൈറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭാരതം ആ തരത്തിൽ നയതന്ത്ര രംഗത്ത് പുതിയ ഒരു പൊളിച്ചെഴുത്ത്. അപ്പം ഇതുവരെ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഒരുപാട് സമാധാനകാംക്ഷികൾ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക നീക്കത്തിനെതിരായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വളരെ ദുഃഖം തോന്നുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞു. അതിനൊക്കെയുള്ള മറുപടി പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. കാരണം ഒരു പുതിയ രാഷ്ട്രം, അതിൻ്റെ ശക്തി, അതിൻ്റെ സ്വയം ആർജിച്ച ശക്തിയും അതുപോലെ തന്നെ ആധുനിക വാർഫെയർ എങ്ങനെ മാത്രം അത് നടപ്പാക്കാൻ കഴിയുന്നു. പാകിസ്ഥാൻ്റെ ഏത് കോണിലും നമുക്ക് ഏതവസരത്തിലും ചെന്നെത്താൻ കഴിയും എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ അത് നമ്മൾ തെളിയിച്ചു കൊണ്ടാണ് നമ്മൾ 4 ദിവസം കൊണ്ട് ഈ ആക്രമണത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയത്. നമ്മൾ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ഷണറിയിലില്ല. അപ്പോൾ ഇന്ത്യ പാക് ബന്ധങ്ങളിൽ അപ്പോൾ സൗത്ത് ഏഷ്യയിലെ 2 പ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇനിയൊരു നയതന്ത്ര രംഗത്തിലൂടെയുള്ളൊരു സൊല്യൂഷനോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ചർച്ചയിലൂടെയുള്ള സൊല്യൂഷനോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇന്നത്തെ പാകിസ്ഥാൻ അത് സമ്പൂർണ്ണമായ ഒരു പരിവർത്തനം നടത്തുകയും അത് സമാധാനത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും ഭരണഘടനാ സംവിധാനത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു രാജ്യമായി മാറുന്നത് വരെ പാകിസ്ഥാൻ്റെ ഈ നയം തുടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ലൈൻ അത് ലോകത്തിനാണ്. അപ്പോൾ നമ്മളോട് ആരും ഇനി സമാധാനത്തിൻ്റെ സന്ദേശം നമ്മളോട് പറയേണ്ടത് പാകിസ്ഥാനോടാണ് പറയേണ്ടത്. പാകിസ്ഥാനാണ് പിന്മാറേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ ഉറവിടത്തിൽ ചെന്ന് തന്നെ, മാത്രമല്ല പാകിസ്ഥാനിലെ ഗവൺമെൻറ്റും പാകിസ്ഥാനിലെ തീവ്രവാദ ശക്തികളും ഒന്നാണ്. അപ്പം നമ്മുടെ പലപ്പോഴും ക്രോസ് ബോർഡർ ടെററിസം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെ നമ്മൾ ഒരു തരത്തിലും അന്താരാഷ്ട്ര തലത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ രാജ്യം 1999 നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം കാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ പകച്ചു നിന്നു. ഓരോ ഭാരതീയനും വേദനയുണ്ടാക്കിയ നിമിഷമാണ്. നമ്മൾ കീഴടങ്ങുന്ന സാഹചര്യമുണ്ടാക്കിയ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഭാരതം ആത്മാഭിമാനത്തോടെ ഭാരതത്തിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് അത് അതിശക്തമായ രീതിയിൽ ലോകത്തിന് മുന്നിലേക്ക് അത് നമ്മുടെ അയൽ രാജ്യമായ ചൈനയ്ക്കുള്ള സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവായിട്ടുള്ള തുർക്കിക്കുള്ള സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അങ്ങനെ അമേരിക്കയിൽ നിൽക്കുന്ന പല ശക്തികൾക്കും നമ്മൾ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഇനി സംവാദത്തിൻ്റെയും ചർച്ചയുടെയും ഭാഷ ഭാരതം പാകിസ്ഥാനോട് സ്വീകരിക്കില്ല എന്ന് പറയുന്നില്ല. പാകിസ്ഥാൻ ഒരു പുനർജന്മം ഉണ്ടാകണം. പാകിസ്ഥാൻ കഴിഞ്ഞ 47 മുതൽ തുടരുന്ന ഈ അഗ്രസീവായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ സമീപനവും ഭാരതത്തിലെ വിഘടന പ്രസ്ഥാനങ്ങൾക്കും വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും നൽകുന്ന പിന്തുണയും അതിനെ നമ്മൾ ഇത്രയും നാൾ സമാധാനത്തിൻ്റെ പാതയിലൂടെ തുടർന്നു. ഇനി അത് നടക്കില്ല എന്നുള്ള ചോദ്യമായ സന്ദേശം അവസാനിപ്പിക്കാം. കൃഷ്ണരാജ്, നോക്കൂ, ഈ ഒരു ഓപ്പറേഷൻ ഇന്ത്യ ആരംഭിച്ചതിന് ശേഷം പാകിസ്ഥാൻ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെ കളത്തിലിറക്കിയതിനു ശേഷം അവരുടെ രാജ്യത്തിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചിരുന്നത് എങ്കിൽ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ സൈനിക നേതൃത്വത്തിനെ കുറിച്ച് അവരോട് സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രതീകാത്മകം കൂടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട
ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ 2 വനിതാ ഓഫീസർമാരെയും അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ഡിസൈസീവ് വിജയം നമ്മുടെ ഭാഗത്ത് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പരാജയപ്പെട്ടു നിന്നതിന് ശേഷവും ഇന്നലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു വിജയം ക്ലെയിം ചെയ്യുകയും അവിടെ നാട്ടിൽ വിക്ടറി പരേഡൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇപ്പോഴും വളരെ മെഷേർഡ് ആയിട്ട് നമുക്ക് ഏത് സമയത്ത് പ്രതികരിക്കണം, രാഷ്ട്രീയ നേതൃത്വം എപ്പോഴാണ് പ്രതികരിക്കേണ്ടത് എന്നതിന്റെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം കൂടി എത്രത്തോളം ലെവൽ ഹെഡഡ് ആയിട്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു വിഷയത്തിനെ സമീപിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ട്, നിരവധി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കൂടിയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള വിവിധ രാഷ്ട്ര നേതാക്കളൊക്കെ തന്നെ ലോകത്തിനോട് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഘട്ടത്തിലും ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമാണ് വരുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പോസ്റ്റ് റീഷെയർ ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ മറ്റു തരങ്ങളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ ഷെയർ ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം മൊത്തം, അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ മാത്രമല്ല ലോകം മൊത്തം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹം ബാക്കി വെച്ചു. അതാണ് ഇന്ന് വളരെ കൃത്യമായിട്ട് 8 മണി ലോകത്ത് വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ സമയം തെരഞ്ഞെടുത്ത് ആ സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞത്. അത് പറയുമ്പോൾ പോലും നമ്മുടെ മിലിറ്ററി മൈറ്റിനെ അദ്ദേഹം അഡ്രസ് ചെയ്തു. സ്ത്രീകളുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള അഭിമാനത്തിനെ പറ്റി പറഞ്ഞു. പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ എക്യുപ്മെന്റ് ഒക്കെ തന്നെ എത്രത്തോളം ഇൻഫീരിയർ ആണ് എന്ന് പറഞ്ഞു. ഒപ്പം അദ്ദേഹം ഒരു ഗുജറാത്തിയാണ്. ഗുജറാത്തികൾ നല്ല ബിസിനസ്മാൻമാരാണ്. നമ്മുടേതായിട്ടുള്ള ഇൻഡിജിനസ് ടെക്നോളജി എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നതിനും നമ്മുടെ മിലിറ്ററി എക്യുപ്മെന്റ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോജക്ട് എന്ന് പറയുന്നത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അവിടെ ഇറക്കി. അപ്പോൾ വിദേശത്തുള്ള രാജ്യക്കാർ ഉൾപ്പെടെ പാകിസ്ഥാൻ എന്നായിരുന്നു ആ രാജ്യത്തിന്റെ പേര്. ഇടയ്ക്കത് പേടിസ്ഥാൻ എന്നായി മാറി. യുദ്ധ അവശേഷിപ്പുകളിൽ സർവ്വതും നഷ്ടപ്പെട്ടിപ്പോൾ ബാക്കി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പാകിസ്ഥാനായി അത് മാറുകയാണ്. നമ്മുടെ ചർച്ചാ വിഷയവും അതായിരുന്നു. വളരെയധികം നന്ദി ഡോക്ടർ കെ ജയപ്രസാദ്, ശ്രീജിത്ത് പണിക്കർ, ക്യാപ്റ്റൻ രാജീവ് മാറോളി, കേണൽ എസ് ഡിന്നി ചർച്ചയിൽ പങ്കുചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.